നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ആശാ വർക്കർമാർ മാന്യമായ വേതനത്തിന് വേണ്ടിയുള്ള സമരം സെക്രട്ടേറിയറ്റ് മുന്നിൽ നടത്തുന്നതെന്ന് 17ാം ദിവസമാണ്. ഇതിനിടെ തുടർച്ചയായി 3ാം ദിവസവും സമരം ചെയ്യുന്ന ആശാ വർക്കർമാർക്കെതിരെ അധിക്ഷേപവുമായി CPM കേന്ദ്ര കമ്മിറ്റി അംഗവും CITU നേതാവുമായ ഇളമരം കരീം രംഗത്ത് വന്നു. സമരം നടത്തുന്നത് ഏതോ ഈർക്കിൽ സംഘടനയാണെന്നും മാധ്യമ ശ്രദ്ധ കിട്ടിയതോടെ സ്ഥിരം സമരം ചെയ്യുന്നവർക്ക് ഹരമായെന്നുമൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ പരിഹാസം. സമരത്തെ നാടകമെന്നായിരുന്നു അദ്ദേഹം തിങ്കളാഴ്ച വിളിച്ചത്. സമരത്തിന് പിന്നിൽ പാട്ടപ്പിരിവ് സംഘങ്ങളാണെന്നായിരുന്നു ചൊവ്വാഴ്ച ഇളമരം കരീമിന്റെ പരിഹാസം. തൊഴിലാളി അവകാശ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ വർഷങ്ങളോളം നിന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് തൊഴിലാളി സമരത്തെ ഇത്തരത്തിൽ അപഹസിക്കുന്നതെന്ന് പ്രത്യേകം ഓർക്കണം. സമരത്തെ എതിർക്കാം, പക്ഷേ സമരം ചെയ്യുന്ന ആളുകളെയും സമരം ചെയ്യുന്ന രീതിയെയും ഒക്കെ ഇത്തരത്തിൽ പരിഹസിക്കുന്നത് ഒരു ട്രേഡ് യൂണിയൻ നേതാവിന് യോജിച്ചതാണോ? അതും മറ്റൊരു തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ ആ സമരത്തെ ഇങ്ങനെയാണോ പരിഹസിക്കേണ്ടത്? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് ശ്രീ വിനോദാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും. ശ്രീ വിനോദ്, ആശാ വർക്കർമാർ കഴിഞ്ഞ 17 ദിവസമായി സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരത്തിലാണ്. സമരത്തിൻ്റെ ന്യായാന്യായങ്ങൾ അവിടെ നിൽക്കട്ടെ, പക്ഷേ ആ സമരത്തിനെ കുറിച്ച് CITUവിൻ്റെ നേതാവ് കൂടിയായ ശ്രീ ഇളമരം കരീം പരിഹസിക്കുന്നത് രൂക്ഷമായ രീതിയിലാണ്. പാട്ടപ്പിരിവുകാരുടെ സമരമാണ്, സമരക്കാർക്ക് മാധ്യമ ശ്രദ്ധ കിട്ടിയതോടെ ഹരം പിടിച്ചു, ഇമ്മട്ടിലൊക്കെയാണ്. ഇങ്ങനെയാണോ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഇത്തരം ഒരു സമരത്തെ? ട്രേഡ് യൂണിയൻ നേതാവ് എന്ന് പറയുമ്പോൾ എന്റെ വീടിന്റെ അടുത്ത് ഒരു അണ്ടിയാപ്പീസ് ഉണ്ടായിരുന്നു ഈ കല്ലേലി ഭാഗത്ത്. എന്റെ അമ്മ സഹിതം അവിടെ വന്ന് ജോലി ചെയ്ത് ഗ്രാറ്റുവിറ്റി മറ്റേത് മറിച്ചതെന്നൊക്കെ പറഞ്ഞ് ഇവനെ പോലുള്ളമാര് വന്ന് ബക്കറ്റ് പിരിവ് നടത്തി തീട്ടം പോലെ തിന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് തിന്നേണ്ട ചോറ് വരെ തീട്ടം പോലെ തിന്ന നേതാവ്. അങ്ങനെ പറയരുത്, കുറെ കൂടി മാന്യമായി അല്ല പറയണം. വിനോദിന്റെ വിമർശനമൊക്കെ ആവാം, പക്ഷെ നമ്മൾ പറയുമ്പോൾ ഇതൊരു ഒരുപാട് ആളുകൾ കേൾക്കുന്ന ഒരു സ്ഥലമാണ്. അത് അങ്ങനെ പറയുമ്പോൾ കുറച്ചുകൂടി മാന്യമായി പറയും. ഞാൻ അങ്ങനെ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കുന്നതിന് തെറ്റൊന്നുമില്ല, പക്ഷെ അങ്ങനെ പറയരുത്, ശരിയല്ല. ട്രേഡ് യൂണിയനുകളെല്ലാം അവരെ ഒരു തരത്തിൽ വിമർശനം ഉണ്ടെങ്കിൽ അവര് വലിയ പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ഈ അവകാശങ്ങൾ കിട്ടിയെന്ന് കൂടി ഓർക്കണം. ഒരുപാട് സ്ഥാപനങ്ങൾ പൂട്ടിച്ചിട്ടുള്ളവരാണ്. ഒരുപാട് സ്ഥാപനങ്ങൾ ഈ തൊഴിലാളികളെ മുൻനിർത്തിക്കൊണ്ട് എത്രയോ സ്ഥാപനങ്ങൾ പൂട്ടിച്ച് കമ്പ്യൂട്ടറിനെതിരെ സമരം ചെയ്ത്. എന്നിട്ട് വിനോദ്, അങ്ങനെ ഈ കേരളത്തിൽ ഇന്ന് തൊഴിലാളികൾക്ക് ഈ മാന്യമായ വേതനം കിട്ടുന്നെങ്കിൽ, അവർക്ക് മാന്യമായ തൊഴിലന്തരീക്ഷം ഉണ്ടെങ്കിൽ, അത് കേരളത്തിലെ ട്രേഡ് യൂണിയനുകൾ സമരം ചെയ്ത് തന്നെ നേടിയെടുത്താണ്. അതിന് യാതൊരു സംശയമില്ല. ആ സമരങ്ങൾ കേരളത്തിന്റെ വളർച്ചയെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ചെയ്തിട്ടുള്ളത്. എത്രയോ പിരിവ് വാങ്ങിക്കുന്നുണ്ട്. അല്ല, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എതിർക്കാം, പക്ഷെ നമ്മൾ എതിർക്കുമ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ഇതേ രീതി തന്നെയാണ് ഇളമരം കരീമും സ്വീകരിച്ചത്. അടച്ചാക്ഷേപിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. ആക്ഷേപിക്കണം, എന്തെങ്കിലും അവരൊക്കെ തിന്നേണ്ട കാര്യം ഓർക്കത്തോളൂ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ വിനോദ്, അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. വിമർശനങ്ങളാവാം, അധിക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ഒരു പൊതുസമൂഹത്തിൽ എപ്പോഴും അത് ശരിയല്ല എന്നുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ ചർച്ചയ്ക്കെടുത്തത്. ശ്രീ കുഞ്ഞഹമ്മദാണ് കോഴിക്കോട് നിന്ന്. ശ്രീ കുഞ്ഞഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ ഇളമരം കരീമിനെ പോലെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് തുടർച്ചയായി ഒരു സമരത്തെ അപഹസിക്കുന്നത്? പാട്ടപ്പിരിവുകാരുടെ സമരം മാധ്യമ ശ്രദ്ധ കിട്ടിയോട് ഹരമായി ആ മട്ടിലൊക്കെയാണ്. നമസ്കാരം സാർ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ ഈ പ്രേക്ഷകരോട് പറയണം, പാർലമെന്റിൽ സംസാരിക്കരുത്. മാന്യമായ രീതിയിൽ സൊസൈറ്റിയിലോട് സംസാരിക്കണം. ആർക്കും അവകാശമുണ്ട് പ്രതികരിക്കാനല്ല, പക്ഷെ ഇങ്ങുമാതിരി വർത്താനം പറയരുത്. അതാണ് പറയാനുള്ളത്. പിന്നെ ഈ ആശാ വർക്കർമാർ സമരം ന്യായമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. പെട്ടെന്ന് ആരോഗ്യമന്ത്രി ഇതിൽ ഇടപെട്ട് തീർക്കണം. ഈ ആശാ വർക്കർമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ട് നാട്ടിൽ ഇടപഴകി ജീവിച്ച് ജനങ്ങളെ ഈ സാന്ത്വനം മനസ്സിലാക്കി നിൽക്കുന്നവരാണ്. അവരുടെ അവകാശങ്ങൾ ആരോഗ്യമന്ത്രി ഇടപെട്ട് പെട്ടെന്ന് തീർത്ത് അവർക്കുണ്ടായ വിഷമം പരിഹരിച്ച് അവരെ വീട്ടിലേക്ക് പറഞ്ഞേക്കാനുള്ള സംവിധാനം ഈ ഗവൺമെന്റ് ഉണ്ടാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ആശാ വർക്കർമാരുടെ സമരത്തെ അനുകൂലിക്കുന്നതും എതിർക്കുന്നതുമായ നിരവധി ആളുകളുണ്ട്. സമരം തീർക്കണം, മാന്യമായി തീർക്കണം എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞത്. ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്ന്. ശ്രീ സൂപ്പി, താങ്കൾ എങ്ങനെയാണ് ഈ സമരത്തിന്റെ ന്യായാന്യായം നമ്മൾ ചർച്ച ചെയ്താണ് ഒരു ദിവസം, സമരത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്കുള്ള ഈ അതും ട്രേഡ് യൂണിയൻ നേതാവിന്റെ പ്രതികരണത്തെ കാണുന്നത്? നമസ്കാരം. എന്റെ അഭിപ്രായത്തില് പറഞ്ഞോളൂ. എന്റെ അഭിപ്രായത്തില് എന്റെ മുൻ ആള് പറഞ്ഞ പോലെ പെട്ടെന്ന് ആ പ്രശ്നം പരിഹരിക്കുകയും അത് ആശാവർക്ക് ശരിക്കും പറഞ്ഞാൽ മഴയത്തും വെയിലത്തും പണിയെടുക്കുക. കാരണം നട്ടുച്ചക്കൊക്കെ അവരൊക്കെ ഇങ്ങനെ വീട് അങ്ങനെ ഗർഭിണികളൊക്കെ മറ്റുള്ളൊക്കെ സംരക്ഷിച്ച് ആ നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അത്തരം അവര് അത്യാവശ്യമാണ്. അവരെ പ്രശ്നം പരിഹരിക്കുക തന്നെ ചെയ്യണം. ട്രേഡ് യൂണിയൻ നേതാക്കന്മാർ ഇത്തരം പ്രസ്താവനകൾ നിർത്തണം എന്നാണ് എന്റെ അഭിപ്രായം. ശരി, അത് വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്ന്. ശ്രീ ബാലകൃഷ്ണൻ,
ഈ ഒരു ട്രേഡ് യൂണിയൻ, ഒരു തൊഴിലാളികൾ സമരം ചെയ്യുന്നു, അപ്പോൾ മറ്റൊരു ട്രേഡ് യൂണിയനാണ് എന്ന് കരുതി ആ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ആ തൊഴിലാളി സമരത്തെ ഈ മട്ടിൽ അധിക്ഷേപിക്കുന്നത് ശരിയാണോ? സാർ നമസ്കാരം. നമസ്കാരം. എളമരം കരീം സാറല്ലേ അതിനെ വിമർശിച്ചത്? അതെ, അദ്ദേഹം നമ്മുടെ കോഴിക്കോട് ഏത് സമരം ചെയ്തിട്ട് അദ്ദേഹം ഇന്നത്തെ ഈ നിലയിലായെന്ന് കോഴിക്കോട്ടുകാർക്ക് നല്ലോണം അറിയാം. അപ്പൊ അദ്ദേഹം തന്നെ സമരത്തിനെ പുച്ഛിക്കണം, അത് നല്ലതാണ് സാർ. കരീമൊക്കെ ഇനിയും സമരത്തിനെ പുച്ഛിക്കണം. ഏത് സമരത്തിൽ കൂടി ഏത് ഫാക്ടറി ഓടിച്ചിട്ടോ അദ്ദേഹം നേതാവായെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. കോഴിക്കോട് ഇല്ലേ അദ്ദേഹം മന്ത്രി വരെ ആയി വരത്തിയിട്ടുണ്ട്. ആ അവിടുത്തെ തൊഴിലാളികൾക്ക് വഞ്ചിച്ച് സമരം ചെയ്ത് ആ ഫാക്ടറി കൂട്ടിച്ച് അദ്ദേഹം മന്ത്രിയായി. അദ്ദേഹത്തിന് ഇതൊക്കെ പുച്ഛാണ് സാർ സമരം. അദ്ദേഹത്തിന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത്. അദ്ദേഹം സമരത്തിന്റെ ആളെന്നല്ല, അദ്ദേഹം അച്ഛൻ ബൂർഷ്വാസിയായിരുന്നു എന്റെ കാഴ്ചപ്പാടിൽ. ശരി. ഈ ഗവൺമെന്റ് ഈ തൊഴിലാളികളുടെ ഭാഗത്താണെങ്കിൽ ഇവരൊന്നും ആവശ്യപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ആശാ വർക്കർമാർക്ക് കൊടുക്കുന്ന എന്താണ് ഈ സർക്കാരിന് അസലായിട്ട് അറിയാം. വീണ ജോർജോ ആരോഗ്യ വകുപ്പ് മന്ത്രിക്ക് റെഡിക്ക് അറിയാം. പക്ഷെ ഇതൊന്നും പരിഹരിക്കൂല. കാരണം ഇതൊക്കെ രാഷ്ട്രീയമാണ്. നിങ്ങളൊക്കെ അവിടുത്തെ സമരം ചെയ്യും. കേന്ദ്രം തരുന്നില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ശരിയാണ് ശ്രീ ബാലകൃഷ്ണൻ, തരുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം കൂടി ഉണ്ട്. എന്തെന്നാ സാർ എപ്പോ എന്താ ഈ ഏകപക്ഷീയമായി അങ്ങനെയല്ല ശ്രീ ബാലകൃഷ്ണൻ, അത് ഞാൻ ഏകപക്ഷീയമായിട്ടാണ് ഈ സമരത്തിനെതിരെ പറഞ്ഞപ്പോൾ. ബാലകൃഷ്ണൻ ഒരു മിനിറ്റ് ബാലകൃഷ്ണൻ കൂടി ഇത് കേൾക്കണം. ഈ സമരത്തിനെതിരെ രണ്ടാമത്തെ ദിവസമാണ് ആശാ വർക്കർമാർ സമരത്തിന് വേണ്ടി നമ്മൾ പൊതുവേദി ഉപയോഗിക്കുന്നത്. ആദ്യത്തെ ദിവസം സമരത്തിന് ന്യായാന്യായനെ കുറിച്ച് ചർച്ച ചെയ്തു. അവിടെ പറയുമ്പോൾ കേന്ദ്രം തരുന്നില്ല എന്നതുകൂടി പറയണം. അത് മറച്ചു വെച്ചുകൊണ്ട് പൂർണ്ണമായും സംസ്ഥാന സർക്കാരിന്റെ കുഴപ്പമാണ് എന്നല്ല പറയേണ്ടത്. അവിടെ കേന്ദ്രം തരുന്നില്ലെങ്കിൽ തരുന്നില്ല എന്ന് തന്നെ പറയണം. സാർ എല്ലാ ദിവസവും പറയുന്നുണ്ട് അതെ, തരുന്നില്ല, അത് യാഥാർത്ഥ്യമാണ്. ഞാൻ പറയുന്നത് ചുമ്മാ പറയുന്നില്ലല്ലോ. ഞാനൊരു കാര്യം റിക്വസ്റ്റ് ചെയ്തോട്ടെ പ്ലീസ്? പറഞ്ഞോളൂ. എനിക്ക് അറിഞ്ഞുകൂടാ, അതെന്റെ അറിവില്ലായ്മ. സാറ് പരിണതനായ മാധ്യമപ്രവർത്തകനാണ്, സാറിന് വിവരം ഉണ്ടാവും. സാറിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ സാർ. ഒരു സംസ്ഥാന ഗവൺമെന്റ് സെൻട്രൽ യൂണിയൻ മിനിസ്ട്രി കൊടുക്കേണ്ട ഫണ്ട് ഔദാര്യമാണോ? അല്ല, അവകാശമല്ലേ? അതെ. അത് റൈറ്റ് അല്ലേ സാർ? അതെ, അത് റൈറ്റ് ആണെങ്കിൽ എന്താ സാർ മേടിക്കാൻ പ്രയാസം? അതല്ലേ അവർ തൊടുന്യായങ്ങളാണ് പറയുന്നത്. അവരുടെ എംബ്ലം പതിച്ചില്ല പോലുള്ള ന്യായങ്ങളാണ് പറയുന്നത്. ഇപ്പൊ എല്ലാ കേന്ദ്ര പദ്ധതിയുടെ മുകളിൽ പ്രധാനമന്ത്രിയുടെ അടക്കം പണം വെച്ച് എംബ്ലം വെച്ചേ കൊടുക്കാവുന്നതല്ലേ പറഞ്ഞേക്കുന്നത്? യൂണിയൻ ഫണ്ട് ശ്രീ ബാലകൃഷ്ണൻ, താങ്കളടക്കം വിശദമായി പത്രങ്ങളിലെല്ലാം മാധ്യമങ്ങളിലും ചാനലുകളിലും എല്ലാം വരുന്നുണ്ട്. എന്താ കേട്ടില്ല? ഫണ്ടാണോ യൂണിയൻ മിനിസ്ട്രിയുടെ ഫണ്ട്? അങ്ങനെ പോലെയാണ് ഇപ്പോൾ മോദി സർക്കാർ പെരുമാറുന്നത് പലപ്പോഴും. അങ്ങനെയാണെങ്കിൽ അത് പിടിച്ചു വാങ്ങാൻ അതിനുവേണ്ടിയാണ് കേരള സമരം ചെയ്യുന്നത്. ജനാധിപത്യ രീതി ഞങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചതാവരാ. അവർ സമരം ചെയ്യുന്നുണ്ട്, അത് കാണുന്നില്ലേ താങ്കൾ? അവർക്ക് ഉത്തരവാദിത്വം വേണം. അത് ഉത്തരവാദിത്തം വെച്ചാൽ അവർ സമരം ചെയ്താലും തരാത്തൊരു സർക്കാരാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവർക്ക്? ശരി ശ്രീ ബാലകൃഷ്ണൻ, അവരെല്ലാം കേരളത്തിലെ എംപിമാരൊക്കെ ആർജവത്തോടു കൂടി തന്നെ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഏകപക്ഷീയമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ പെരുമാറുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ജനങ്ങളോട് ഉത്തരവാദിത്വം വേണം, കേരള ജനതയോട്. അവർക്ക് അതിന് പറ്റില്ലെങ്കിൽ കാറിൽ ബലസരുത്, രാജിവെച്ച് പോയി. ശ്രീ ബാലകൃഷ്ണൻ അത് തന്നെ പറയണം, കേന്ദ്ര സർക്കാരിനോടും അങ്ങനെ തന്നെ പറയണം. അതെന്താണ് മടി? കേന്ദ്ര സർക്കാരിനോട് പറയും, കേന്ദ്ര സർക്കാർ കൊടുക്കുന്നില്ല എന്ന് ഇവർ രാജിവെക്കും, മനസ്സിലാവും. ശരി, ഓക്കെ. എന്തായാലും താങ്കൾ അത് ഒരിക്കലും അംഗീകരിക്കാൻ തയ്യാറല്ല. പുട്ടിലെ പേര് പോലെ കേന്ദ്രം തന്നില്ല, കേന്ദ്രം തരാത്തവർ തന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ശ്രീ ബാലകൃഷ്ണൻ, തന്നില്ലെങ്കിൽ തന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അവർ തരുന്നില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ഒരിക്കലല്ല. എന്നാൽ ശരി, താങ്കൾ അങ്ങനെ വിശ്വസിച്ചോളൂ. എന്നാലും താങ്കൾക്ക് അടക്കം എനിക്കും താങ്കൾക്കും അടക്കം ഇതിന്റെ എല്ലാം കണക്കുകൾ ലഭ്യമാണ്. ആ കണക്കുകൾ എടുത്ത് ആർക്കും പരിശോധിക്കാവുന്നതേ ഉള്ളൂ. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നാണ്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് ഒരു സമരത്തെ, ഒരു ട്രേഡ് യൂണിയൻ നേതാവാണ് ഈ മട്ടിലൊക്കെ പരിഹസിക്കുന്നത്? നാടകമാണെന്നും പാട്ടപ്പിരിവാണെന്നും ഈർക്കിലി സംഘടനയുടെ സമരമാണ് എന്നൊക്കെ. അത് ഒരു ശരിയായ രീതിയാണോ? നമസ്കാരം സാറേ. നമസ്കാരം. ഈ ആശാ വർക്കർമാരുടെ പ്രശ്നം എത്രയും പെട്ടെന്ന് മന്ത്രി ചർച്ച ചെയ്ത് പരിഹരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ 7000 രൂപയാണ് അവർക്ക് ശമ്പളം. അത് ഒരു 10,000 രൂപയെങ്കിലും ആക്കിയിട്ട് ഇത് കൂടുതൽ വഷളാകുന്നതിന് മുമ്പേ ചർച്ച ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം ഉടനെ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്നും. ശ്രീ ശശിധരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ അഭിപ്രായം പറയാനുള്ളത്? നമസ്കാരം ഗ്രാം. നമസ്കാരം. ശിവരാത്രി ദിന ആശംസകളും. ശരി, ഓക്കെ, ആശംസകൾ പറഞ്ഞോളൂ. ഇത് എനിക്ക് പറയാനുള്ളത്, ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുത്തത് ഇതിനകത്ത് ആദ്യമായിട്ട് അഭിനന്ദനം അറിയിക്കുകയാണ്. നമ്മൾ നേരത്തെ ഈ വിഷയം എടുത്തിരുന്നു, ഇന്നിപ്പോൾ ഈ പരിഹാസ വിഷയം. അതെ, അന്ന് ഞാൻ പറഞ്ഞു ഇത് അത്യാവശ്യമുള്ളൊരു വിഷയമാണെന്ന് ഞാൻ ഇങ്ങനെ മനുവിനോട് പറഞ്ഞായിരുന്നു. മനു 20-ആം തീയതി എടുക്കാന്ന് പറഞ്ഞ് 21-ആം തീയതി എടുക്കുകയും ചെയ്തു. ശരി, പറഞ്ഞു. പക്ഷെ അതല്ല വിഷയം. ഞാൻ പറയുന്നത്
കരിമിനെ പോലുള്ള ഒരാൾ ഒരിക്കലും എളമരം കരിമിനെ പോലുള്ളൊരു സഖാവ് ഇതുപോലെ പറയാൻ പാടില്ലാത്തതാണ് ഒരിക്കലും. കാരണം ഇവർക്ക് സമരം എന്ന് കേട്ടാൽ ഇപ്പൊ എന്താണ് ഇത്ര വലിയ അലർജി? ഇവരൊന്നും സമരം ചെയ്തിട്ടില്ല. ഇവർ ചെയ്ത സമരങ്ങളെല്ലാം ന്യായങ്ങളായിരുന്നോ? അല്ലല്ലോ. കേരള ജനങ്ങൾക്ക് എല്ലാം ഓർമ്മയുണ്ട്. എന്നെ പോലുള്ള പ്രായമുള്ള ആളുകൾക്ക് നല്ല ഓർമ്മയുണ്ട് എന്തെല്ലാം സമരങ്ങൾ ഇവിടെ നടന്നു, എത്ര സമരം അനാവശ്യങ്ങളായിരുന്നെന്നും. എന്തിന് ഇതുപോലെ അപഹസിക്കുന്നു? ഞങ്ങൾക്ക് മാത്രം കുത്തവകാശ സമരത്തിൽ ഞങ്ങൾ പറയുന്നത് മാത്രം ശരി, ഞങ്ങൾ ചെയ്യുന്നത് മാത്രം ശരി. എന്തൊരു ദയനീയമായ അവസ്ഥയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ആനിരാജ പറഞ്ഞ ആണ് അതിന്റെ ന്യായം. ആനിരാജ പറഞ്ഞല്ലോ ഇതിനെ തള്ളി. അവരൊരു ട്രേഡ് യൂണിയൻ നേതാവാണല്ലോ. അപ്പൊ അവരെ തെറി പറയും ഇവിടെ ഫേസ്ബുക്കിലൂടെ, അത് വേറെ കാര്യം. പക്ഷെ ഇതൊന്നും ശരിയല്ല. അധികാരത്തിലിരുന്നുകൊണ്ട് ഈ തിണ്ണമെടുക്ക് കാണിക്കരുതെന്ന് മാത്രമേ ശരി, പറയാം. അത് തന്നെയാണ്. അധികാരത്തിലിരിക്കുമ്പോൾ അത്തരം തിണ്ണമെടുക്ക് കാണിക്കുന്നത് ശരിയല്ല. അത് പ്രത്യേകിച്ചും ഇടത് നേതാക്കൾ കൂടുതൽ ജാഗ്രത കാണിക്കേണ്ടത് തന്നെയാണ്. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്നും. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് തന്നെയാണ് ഒരു സമരത്തെ, ഈർക്കിലി പാർട്ടിയുടെ സമരം, പാട്ടപ്പിരിവുകാരുടെ സമരം നാടകം എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിക്കുന്നത്? ട്രേഡ് യൂണിയൻ നേതാവ് പറഞ്ഞതിനകത്ത് സത്യമുണ്ടോ ഇല്ലയോ എന്ന് ആദ്യം ആലോചിക്കണം. ആലോചിക്കാം, പറഞ്ഞോളൂ. അതിനകത്ത് കുറച്ച് സത്യമുണ്ടില്ല. കാരണം ഫെബ്രുവരി 6-ാം തീയതി ഒരു വലിയ സമരം നടന്നിരുന്നു ആശാവർക്കർമാരുടെ. ആ സമയത്ത് അവരുമായിട്ട് ഒത്തുതീർപ്പുണ്ടാക്കിയിരുന്നു. അപ്പൊ അവര് അത് സമ്മതിച്ച് പോവുകയും അങ്ങനെ പോയതിനു ശേഷം അതിന്റെ കൂടെ ചേരാതിരുന്ന ആൾക്കാർക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊരു സമരം പ്രഖ്യാപിച്ചു. അതിനകത്ത് ഒരു മൈനോറിറ്റി, ആശാവർക്കർമാരുടെ കൂട്ടത്തിൽ മൈനോറിറ്റിയുടെ സമരം പ്രഖ്യാപിച്ച് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ കൊണ്ട് വഴിയിലിരുത്തിയിരിക്കുന്ന. കൃഷ്ണൻകുട്ടി, എന്റെ ഒരു ചെറിയ സംശയം, ഇത് മൈനോറിറ്റി സമരം പ്രഖ്യാപിച്ചതോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണ കൊടുക്കുന്നതോ അവർ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമായ ആവശ്യമല്ലേ? അങ്ങനെ ചെയ്തപ്പം അവരുടെ കൂടെ നേതാക്കന്മാർ പറയുന്ന പ്രതികരണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എളമരം കരിയും അങ്ങനെ പറഞ്ഞത്. ശ്രീ കൃഷ്ണൻകുട്ടി, എന്റെ ഒരു സംശയം ഞാൻ ചോദിക്കുകയാണ്. ഈ ഇപ്പോൾ സമരം ചെയ്യുന്നവർ ആരായിക്കോട്ടെ, ഏത് സംഘടനക്കാരായിക്കോട്ടെ, ആര് പിന്തുണ കൊടുക്കുന്നതായിക്കോട്ടെ, അവർ ഉന്നയിക്കുന്ന ആവശ്യം, സമരത്തിന് മുന്നിൽ ഉന്നയിക്കുന്ന ആവശ്യം ന്യായമല്ലേ? ഇത് 6-ാം തീയതി നടന്ന സമരത്തിൽ ഇതെല്ലാം തീരുമാനമായ കാര്യമല്ലേ? എന്ത് തീരുമാനം? ഇവർക്ക് ശമ്പളം കൂട്ടി കൊടുക്കാൻ തീരുമാനമായോ? ആ സമയത്ത് ഒന്നും തീരുമാനമായില്ലല്ലോ. എന്ത് തീരുമാനമാണ് ഉണ്ടായത്? 6-ാം തീയതി നടന്ന സമരത്തിന് തീരുമാനം, ഒരു ഇവർ ഉന്നയിക്കുന്ന ഏതെങ്കിലും ആവശ്യത്തിൽ അനുകൂല തീരുമാനം ഉണ്ടായോ? അനുകൂല തീരുമാനം എന്താ ഒന്നും ഉണ്ടായിട്ടില്ല. ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്തു. ഏത് ആവശ്യമാണ് അംഗീകരിച്ചു കൊടുത്തത്? ബാക്കി കാര്യങ്ങൾ പിന്നീട് ആലോചിക്കാമെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? അടിസ്ഥാനപരമായി ശമ്പള വർധനവിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ആ കാര്യം അംഗീകരിക്കാതെ മറ്റു കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? ആശാ വർക്കർമാരോട് ഏറ്റവും നല്ല സമീപനം സ്വീകരിക്കുന്ന സർക്കാർ ഇന്ത്യയിൽ ആകെയുള്ളത് കേരള ഗവൺമെന്റ് മാത്രമാണ്. അത് ശരി, പക്ഷെ അത് മതിയോ? അതെല്ലാം മറ്റു സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ കൊടുക്കുന്നത് കേരളത്തിലാണ്. ഇനിയുള്ള ആവശ്യങ്ങൾക്കും അനുകൂലമായ അവരുടെ കൂടെ നിൽക്കാമെന്നും. അതെങ്ങനെയാണ്? അവരുടെ ഈ നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ആശാ വർക്കർക്ക് കിട്ടുന്ന 10,000 രൂപയിൽ താഴെയുള്ള 7,000, 8,000, ഈ 13,000 കിട്ടുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല. വളരെ തുച്ഛമായ ആളുകളായിരിക്കും. എന്തായാലും ഒരു 10,000 താഴെ രൂപയാണ് മഹാഭൂരിപക്ഷം പേരും കിട്ടുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് അവർ രാവിലെ തൊട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആ പണം കൊണ്ട് അവർക്ക് ജീവിക്കാൻ കഴിയുമോ? അതിനെപ്പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇത് കേരള സർക്കാരിന്റെ പദ്ധതിയേ അല്ല. അത് ശരിയാണ്. ഞാൻ ശ്രീ കൃഷ്ണൻകുട്ടി സമ്മതിച്ചു. ഞാൻ നേരത്തെ ബാലകൃഷ്ണൻ വടകര പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കേന്ദ്രം പണം തരുന്നില്ല, അതെല്ലാം ശരിയാണ്. പക്ഷെ ഇത് പരിഹരിക്കേണ്ട ഒരു ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ. അതിന് സമരത്തെ അധിക്ഷേപിക്കണം. പ്രൈമറി ആർക്കായുള്ളത്? ശ്രീ കൃഷ്ണൻകുട്ടി, അതല്ല, ഞാൻ അതെല്ലാം സമ്മതിക്കുന്നു. ഞാൻ ചോദിക്കുന്ന ചോദ്യമല്ല. ഇങ്ങനെ ഒരു മനുഷ്യർ, ഒരു തൊഴിലാളികൾ സമരം ചെയ്യുമ്പോൾ വിളിക്കുന്നവരെ പറയാൻ സമ്മതിക്കില്ല. നിങ്ങൾ എന്ന് പ്രസംഗിക്കും. ശ്രീ കൃഷ്ണൻകുട്ടി, ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. താങ്കൾ 4 മണി മുതൽ 5 മണി വരെ ഞങ്ങൾ പറയുന്നത് കേൾക്കുക. ശരി, സമ്മതിച്ചു. താങ്കൾ ഞാൻ ചോദിക്കുന്ന ഉത്തരം പറയൂ. ഒരു തൊഴിലാളി സമരത്തെ ഈ തരത്തിൽ അധിക്ഷേപിക്കുന്നത് ശരിയാണോ? ചോദ്യങ്ങൾ ഇനിയും വരുന്ന 3/4 മണിക്കൂർ ബാക്കിയുണ്ടാവും. നിങ്ങൾക്ക് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കാറുള്ളൂ. എനിക്കാകെ 2 മിനിറ്റ്. ശരി, പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഒരു കേന്ദ്ര പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്ന ചുമതല ആർക്കാ? അതെല്ലാം നേരത്തെ പറഞ്ഞ് സമ്മതിച്ചല്ലോ. ശരിയാണ്, ഞാൻ തന്നെ പറഞ്ഞതല്ലേ. അത് ആവർത്തിക്കേണ്ട കാര്യമുണ്ടോ? കേന്ദ്രം പ്രഖ്യാപിക്കുന്ന പദ്ധതിയിൽ ഏറ്റവും കൂടുതൽ പൈസ കൊടുക്കുന്നത് കേന്ദ്രത്തിന്റെ ജോലിയാണ്. അതിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ സംസ്ഥാന സർക്കാരിന്. ഇവിടെ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ശരി, ഓക്കെ. ശ്രീ കൃഷ്ണൻകുട്ടി, വീണ്ടും ഞാൻ നേരത്തെ തന്നെ അംഗീകരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് താങ്കൾ വീണ്ടും പറയുന്നത്. പക്ഷേ കേരള സർക്കാരിന് കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട്. പക്ഷേ ഉത്തരവാദിത്തം ഇല്ലെങ്കിൽ കേന്ദ്രം തരുന്നില്ല എന്നതിന്റെ പേരിൽ അതിനെതിരെ സമരം ചെയ്യുന്ന ആളുകളെ അധിക്ഷേപിക്കുന്നത് അതിനുള്ള മറുപടിയുമല്ല. അതൊരു ഇടതുപക്ഷ രീതിയുമാണ് എന്ന് തോന്നുന്നില്ല. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്ത്. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സമരത്തെ ഇത്തരത്തിലേക്കൊക്കെ ട്രേഡ് യൂണിയൻ നേതാക്കൾ തന്നെ അധിക്ഷേപിക്കുന്നതിനെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. കമ്മ്യൂണിസം നിലനിൽക്കണമെങ്കിൽ അരാജകത്വം ഉണ്ടായിരിക്കണം, എങ്കിലേ കമ്മ്യൂണിസം നിലനിൽക്കത്തുള്ളൂ. അതാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അരാജകത്വം ഉള്ളതുകൊണ്ടാണോ കമ്മ്യൂണിസം നിലനിൽക്കുന്നത്? അരാജകത്വം ഉണ്ടെങ്കിൽ കമ്മ്യൂണിസം നിലനിൽക്കുക. ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ അരാജകത്വം ഉണ്ടായിരുന്നു ഇത്രയും കാലം. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇല്ലേ? പറഞ്ഞുതരാം. പശ്ചിമ ബംഗാളിലെ
പശ്ചിമബംഗാൾ ഇവിടെ ഞാൻ കേരളം ചോദിച്ചപ്പോൾ അതിന് ഉത്തരം പറ. പാർട്ടി നേതാക്കന്മാര് അവിടുന്ന് ശ്രീ മൊയ്തീൻ കുഞ്ഞ് കേരളം ചോദിച്ചപ്പോൾ കേരളത്തിൽ ഉത്തരം പറ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബംഗാളിലെ കാര്യമൊക്കെ എനിക്ക് മൊയ്തീൻ കുഞ്ഞിന് അറിയാവുന്നതല്ലേ. അതിപ്പോൾ അതേ അവസ്ഥയിലോട്ട് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇവരുടെ ആരുടെയും വീട്ടിലെ കുടുംബ സ്വത്ത് എടുത്ത് കൊടുക്കാനല്ലല്ലോ ഈ പറയുന്നത്. ഖജനാവിലെ പൊതുജനങ്ങളുടെ പൈസ അല്ലേ കൊടുക്കേണ്ടത്? അവർക്ക് ഇഷ്ടപ്പെട്ട അവർക്ക് തോന്നുന്നവർക്കെല്ലാം വാരിക്കോരി കൊടുക്കുന്നല്ലോ. എന്തുകൊണ്ട് ഈ ആശാവർക്കർ കൊടുക്കുന്നില്ല? 1000 രൂപ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് 3 മാസത്തിന് മുമ്പ് ഇവർക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് അതേ അടിസ്ഥാനത്തിൽ എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ കൂട്ടുന്നില്ല? ശ്രീ മൊയ്തീൻ കുഞ്ഞ് ഈ കാര്യങ്ങൾ നമ്മൾ വിമർശനം പറയുമ്പോൾ ചില കാര്യങ്ങൾ കൂടി അറിയണം. കേരള കഴിഞ്ഞ സാമ്പത്തിക വർഷം കേന്ദ്ര സർക്കാർ ഒരു നയാ പൈസ പോലും ഇവർക്ക് തന്നില്ല. അപ്പോഴെല്ലാം പണം കൊടുത്തുകൊണ്ടിരുന്ന കേരള സർക്കാർ തന്നെയാണ്. മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ കൂടുതൽ പണം നൽകുന്നതും കേരള സർക്കാരൊക്കെയാണ്. പക്ഷേ അത് കേരളം പോലെ സംസ്ഥാനത്ത് ഒരു തൊഴിലാളിക്ക് ജീവിക്കാൻ പര്യാപ്തമായ തുകയല്ല. ആ തുക വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്തമുണ്ട്. കേന്ദ്രം തന്നാലും തന്നില്ലെങ്കിലും അതിനെതിരെ പറയുമ്പോൾ തന്നെ അവരുടെ തുക കൂട്ടിക്കൊടുക്കേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിനുണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് മറ്റവരാരും തരുന്നില്ല, കേരളം എതിരാണ് കാണിക്കുന്നതെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. വിമർശിക്കേണ്ടതിനെ വിമർശിക്കുകയും അംഗീകരിക്കേണ്ടതിനെ അംഗീകരിച്ച് തന്നെ വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ഒരു സമരത്തെ ഈ തരത്തിലൊക്കെ ട്രേഡ് യൂണിയൻ നേതാക്കൾ തന്നെ അധിക്ഷേപിക്കുന്നതിനെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഈ ഈക്വൽ പാർട്ടിയുടെ പാട്ടവറക്കി പാർട്ടിയുടെ പാട്ടകൊട്ടി പാർട്ടിയുടെ നേതാവാണ് ഈ എളമരംകാരി. ഇദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളെ സംഘടിപ്പിച്ച് ഇവിടെ സമരം നടത്തുന്നത്. ഇപ്പൊ മുതലാളിമാരുടെ സംഘടനയായി മാറി. ഇദ്ദേഹം ഡൽഹിയിൽ എങ്ങാണ്ട് അവരെയും കൊണ്ട് ഈ സമരം നടത്തിയില്ലേ? ഈ പാവപ്പെട്ട ഇവരെ ഈ പൈസയ്ക്ക് വേണ്ടി ഈ കിടന്ന് ഇയാൾ ഇത് കഴിഞ്ഞ ഇത്രയും വൃത്തിയോട് കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഈ 7000 രൂപ കൂടുതൽ ഒരാളിനും കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് ഇന്ന് അവരെ പൊക്കി കാണിച്ചിട്ടുണ്ട്. പേപ്പർ പൊക്കി കാണിച്ചിട്ടുണ്ട്. 13,000 രൂപ എന്ന് പറഞ്ഞാൽ അതിനുള്ള എല്ലാ വർക്കുകളും എല്ലാവർക്കും ഇവർ കൊടുക്കുന്നില്ല. തുച്ഛമായിട്ട് ചിലർക്ക് മാത്രമേ 7000-ന് മുകളിൽ കിട്ടുന്നുള്ളൂ. ഈ വീണ ജോർജിന്റെ വീട്ടിൽ ചെന്നെടുത്തപ്പം കല്ലെടുത്ത് എറിഞ്ഞ് ഓടിച്ചു എന്നാണ് പറഞ്ഞത്. ഭിക്ഷക്കാരാണെന്ന് പറഞ്ഞാൽ കല്ലെടുത്ത് ഓടിച്ചു എന്ന് പറയും. അത് വെറുതെയാണ്. അതിനെ പറ്റിയൊരു ചർച്ച മെനഞ്ഞൊന്നുണ്ടായിരുന്നു സൊസൈറ്റിയിൽ. അതാ പറഞ്ഞത്. ആ കാര്യത്തിൽ മന്ത്രിയുടെ വീട് തന്നെ അവർ CCTV അടക്കമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് അങ്ങനെ ആരും കല്ലെറിഞ്ഞ് ഓടിച്ചിട്ടും ഒന്നുമില്ല. അതൊക്കെ ചില കാര്യങ്ങൾ സമരമാകുമ്പോൾ സമരവുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളൊക്കെ വ്യാജമായിട്ടും വരും. ആ വ്യാജ കാര്യങ്ങളെ വ്യാജമാണെന്ന് ആചാരവർക്കന്മാർ പറയല്ലേ തെളിയിക്കാൻ, മന്ത്രിയോട് തെളിയിക്കാൻ ആരാണെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞതെന്ന് തെളിയിക്കാൻ ആചാരവർക്കന്മാർ പറയല്ലേ? അതിനൊരു മറുപടി പറഞ്ഞോ? അല്ല, അവിടെ ആരും കല്ലെറിയൊന്നും ചെയ്തിട്ടില്ല. അല്ല ഞാൻ ചോദിക്കട്ടെ സാറേ, കല്ലെറിഞ്ഞു എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല് 6000 രൂപ 7000 രൂപ കിട്ടുന്ന ഈ ആശാവർക്കർമാരുടെ പേരിന് 50 ലക്ഷം രൂപ വരെ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ എന്ത് ന്യായമാണ് ഇവിടുത്തെ? ഇവർക്ക് പറ്റിയ പണിയാണോ? ഇവർക്ക് പറ്റിയ ഈ മാധ്യമത്തിൽ പോകുന്ന പണിയല്ലേ ഇവർക്ക് പറ്റുള്ളൂ? ഇവർക്ക് ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മറ്റൊരാകുമ്പോൾ എന്ത് വേണോ പറയാം, റേഡിയോ പോലെ അങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കാം, അതുപോലെ പ്രവർത്തിക്കാം, ജനം അങ്ങ് കേട്ടോളൂ എന്ന് വിചാരിക്കുന്നത്. അവരുടെ ധാരണയാണ് ജനം കേൾക്കത്തുള്ളത്. എന്തൊക്കെ ന്യായീകരിക്കാൻ പോയാലും ജനത്തിനറിയാം എന്തൊക്കെയാണ് ന്യായമെന്ന്. ഈ കേന്ദ്രം കൊടുക്കുന്ന ഇതൊരു പരസ്യമാണോ സാറേ ഈ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്? കേന്ദ്രം കൊടുക്കണ്ടെന്ന് പറയണ്ടേ ജയകുമാർ? സംസ്ഥാന സർക്കാർ ചെയ്യാത്ത വിമർശിക്കുമ്പോൾ ആ സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുന്നു, കേന്ദ്രം നൽകില്ല കേന്ദ്രത്തെ വിമർശിക്കും. ഈ കേന്ദ്രം വിമർശിക്കില്ല എന്ന് നിങ്ങൾക്ക് മാത്രമേ, മാധ്യമങ്ങൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ. ഞങ്ങൾക്ക് ഈ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ കിട്ടുന്നത്. പൊതുജനങ്ങൾ മനുഷ്യരാണോ? അവർക്ക് ഈ പറഞ്ഞ നിങ്ങൾ ആരെയും വിവരങ്ങളൊന്നും ഇല്ലേ? ഉണ്ടല്ലോ, പൊതുജനങ്ങൾക്ക് അറിയാമല്ലോ, കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാമല്ലോ ആ കാര്യം. ഈ കേന്ദ്രമന്ത്രി മെനങ്ങാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് യുവന്മാർ എവിടെ പോയിരുന്നു? എന്ത് കേന്ദ്രമന്ത്രി പറഞ്ഞു? കേന്ദ്രമന്ത്രി പറഞ്ഞ 3 കൊല്ലത്തേക്ക് അധികമാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്തായാലും കേരളത്തിന് ഈ കണക്കുകളെല്ലാം ശ്രീ ജയകുമാർ, ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി കിട്ടുന്ന കണക്കുകളാണ്. ആ കണക്കുകൾ കിട്ടുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ഞാൻ പറയാം, ഓരോരുത്തരുടെ രാഷ്ട്രീയം അനുസരിച്ചേ ഉള്ളൂ. ഇപ്പോൾ താങ്കൾക്ക് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ വിഷമമുണ്ടാവും, ചിലർക്ക് സംസ്ഥാന സർക്കാരിനെ വിമർശിക്കുമ്പോൾ വിഷമമുണ്ടാവും, ചിലർക്ക് കോൺഗ്രസിനെ വിമർശിക്കുമ്പോഴായിരിക്കും വിഷമമുണ്ടാകുന്നത്. ഞങ്ങൾക്ക് അങ്ങനെ ഏതെങ്കിലുമല്ല. ആര് തെറ്റ് ചെയ്താലും തെറ്റ് ചെയ്തത് തെറ്റാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അങ്ങനെ ഒരു പക്ഷം മാത്രമാണ് തെറ്റ് എന്ന് പറയാൻ കഴിയില്ല. കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. 2 കൊള്ളക്കാർ തന്നെയാണ്, ഇല്ലെങ്കിൽ പാവങ്ങളെ എന്നെ സെറ്റിൽ ചെയ്തന്നെ. ശരി, ഓക്കെ. എന്തായാലും ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്ന്. ശ്രീ റഷീദ്, താങ്കൾ എങ്ങനെയാണ് പ്രത്യേകിച്ച് താങ്കളുടെ നാട്ടുകാരനൊക്കെ കൂടിയായ ഒരു നേതാവാണ്, ഈ തരത്തിലേക്കൊക്കെയാണ് ട്രേഡ് യൂണിയൻ നേതാവ് മറ്റൊരു തൊഴിലാളി സമരത്തെ അപഹസിക്കുന്നത്? ആരോഗ്യ മേഖലയിൽ പണിയെടുക്കുന്ന കാലാൽ പടയാളികൾ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗമാണ് ഈ ആശാവർക്കർമാർ. അതുകൊണ്ട് തന്നെയാണ് അവരെ ഉന്നയിക്കുന്ന ന്യായമായ അവകാശത്തിന് വേണ്ടി നിങ്ങൾ 3-ാം തവണയാണ് ഈ വിഷയം നമ്മൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത്, പ്രേക്ഷകരുടെ അഭിപ്രായം തേടുന്നത്. 3-ാം തവണ 3 മണിക്കൂർ, വിലപ്പെട്ട 3 മണിക്കൂർ ഇതിനു വേണ്ടി നീക്കിവെച്ചത് അവരുടെ അവകാശങ്ങൾ ന്യായമാണ്, അവർക്ക് വകവെച്ച് കൊടുക്കേണ്ടതാണ് ഈ അവകാശങ്ങൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്.
പിന്നെ എളമരം കരീം നമുക്കറിയാലോ, ട്രേഡ് യൂണിയനിലൂടെ നേതാവായി വന്നു. ഈ കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ അദ്ദേഹം എഴുതി തള്ളിയതാണ്. അദ്ദേഹത്തെ എളമരം കരീം എന്നല്ല എഴുതിയിരുന്നത്. കോഴിക്കോട് വോട്ടർമാരോട് കരീംക നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, വോട്ട് ചെയ്യണം, ആ രീതിയിൽ പറഞ്ഞിട്ട് പോലും ജനങ്ങൾ തിരസ്കരിച്ച ഒരു നേതാവാണ് ഈ എളമരം കരീം. അയാൾ ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അയാൾ തൊഴിലാളി വർഗ നേതാവ് എന്ന നിലയിൽ ഉയർന്നു വന്ന ആള് ഒരു തൊഴിലാളികൾ നടത്തുന്ന ഒരു ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി പരിഹസിക്കുകയും അപഹസിക്കുകയും ചെയ്യുന്നത് ശരിയാണോ? അത് ഒട്ടും ശരിയല്ലല്ലോ. അദ്ദേഹത്തിന്റെ നിലം മറന്നുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ മറന്ന് ഇന്ന് അദ്ദേഹം മുതലാളിയാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അന്ന് തൊഴിലാളിയാണെങ്കിൽ അദ്ദേഹം നടന്നു പോകുന്ന ആ സമയമൊക്കെ നമ്മൾ നേരിട്ട് കണ്ടതാണ്. കോഴിക്കോട് നിരത്തിലൂടെ നടന്നു പോകുന്നത് നമ്മൾ ഇപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് പോകുന്നത് നമുക്കറിയാം. അപ്പൊ ആ രീതിയിലൊന്നും അദ്ദേഹം പ്രതികരിക്കാൻ പാടില്ലായിരുന്നു. ഈ തൊഴിലാളി നമ്മുടെ യൂട്യൂബിലെ ചില അഭിപ്രായങ്ങൾ കൂടി. ശ്രീ നൌഷാദാണ് പുന്നന്തല. ആശാവർക്കർമാരുടെ ന്യായമായ ആവശ്യങ്ങൾ അംഗീകരിച്ച് മാന്യമായ ശമ്പളവും ആനുകൂല്യങ്ങളും സർക്കാർ നൽകണം. തൊഴിലാളി വർഗ പാർട്ടിയായ CPM ഈ സമരത്തെ അസഹിഷ്ണുതയോടെ കാണുന്നത് ശരിയല്ല എന്ന് പറയുന്നു. സമരങ്ങളെ അധിക്ഷേപിക്കരുത്, അവർ മനുഷ്യരല്ലേ, ആശാവർക്കർമാരുടെ പ്രശ്നം പരിഹരിക്കണമെന്ന് പറയുന്നു. ജോസഫ് KM പറയുന്നു CPM-ന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്നുവെന്ന്. ഷാജി ഭാസ്കരൻ പറയുന്നു സൂസി പാർട്ടി SUCAD ആണ് അത് പറഞ്ഞ് സമരം ചെയ്യാൻ തൻ്റെ ഇടം കാട്ടണം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ ശ്രീ മൊയ്തീൻ കുഞ്ഞ് ചാണ്ടിക്കാലത്ത് സമരം ചെയ്ത 100 രൂപ കൊടുത്ത് ആരുടെ കുടുംബസ്വത്തിൽ നിന്നായിരുന്നു എന്ന് ചോദിക്കുന്നു. എന്തായാലും ഒരു പാർട്ടി SUCയേക്കാൾ ചിലപ്പോൾ സമരത്തിന് പിന്തുണയുമായിട്ടുണ്ടാവും, സമരത്തിന് ചിലപ്പോൾ അവരായിരിക്കും പിന്നിൽ നിൽക്കുന്നത്, ഒക്കെ ശരിയാണ്. അതെല്ലാം പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ കാലത്തും സമരം വരുമ്പോൾ അത്തരത്തിലൊക്കെ പിന്നിൽ നിൽക്കാറൊക്കെ ഉണ്ട്. അങ്ങനെ ഏതെങ്കിലും പാർട്ടി പിന്നിൽ നിൽക്കുന്ന ഒരു പാർട്ടി അരാഷ്ട്രീയമായി സമരം ചെയ്യണമെന്നൊക്കെ ട്രേഡ് യൂണിയനുകൾ എങ്ങനെയാണ് പറയുന്നത്? രാഷ്ട്രീയ പാർട്ടികൾ സ്വാഭാവികമാണ് പ്രതിപക്ഷ പാർട്ടികൾ അത്തരം സമരത്തിലൊക്കെ പിന്തുണ കൊടുക്കുക. അത് ഇന്ത്യയിൽ കേരളത്തിൽ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇനി കേന്ദ്രത്തിൽ UPA ഭരിക്കുമ്പോഴും NDA ഭരിക്കുമ്പോഴും ഒക്കെ അത്തരം സമരങ്ങൾക്കെല്ലാം രാഷ്ട്രീയ പിന്തുണയുണ്ട്. അതിൽ യാതൊരു തെറ്റുമില്ല എന്ന് തന്നെയാണ് അഭിപ്രായം. അങ്ങനെയൊക്കെ പ്രതിപക്ഷ പാർട്ടികൾ എല്ലാ കാലത്തും എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. സമരത്തിൻ്റെ ആവശ്യം ന്യായമാണോ ഇല്ലയോ എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയം. ശ്രീ ദാസനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ ദാസൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? പറഞ്ഞോളൂ. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്ന്. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഒരു തൊഴിലാളികൾ ഇന്ന് 17 ദിവസമായി സമരം ചെയ്യുന്നു, ആ സമരത്തെയാണ് ഈ മട്ടിലൊക്കെ ഓരോ ദിവസവും ഒരു ദിവസം അധിക്ഷേപിച്ചു, രണ്ടാമത്തെ ദിവസം അധിക്ഷേപിച്ചു, മൂന്നാമത്തെ ദിവസവും അധിക്ഷേപിക്കുകയാണ്? നമസ്കാരം സാർ. നമസ്കാരം. ഈ നിലപാട് പറയുന്നത് ഇപ്പൊ ഇടതുപക്ഷമാണ് പ്രതിപക്ഷത്തെങ്കിൽ അവർ ഈ സമരം അവർ തന്നെ ഏറ്റെടുത്താനെ ന്യായമെന്ന് തോന്നിയാനെ. ഈ ഭരണത്തിലിരിക്കുമ്പോ വേറൊരു രീതിയിലാണ് ഈ പാർട്ടികൾ ചിന്തിക്കുന്നത്. ഏത് പാർട്ടി ആയാലും, ഇന്ന പാർട്ടി എന്നല്ല, ഏത് പാർട്ടി ആയാലും. പിന്നെ വളരെ ഉയരങ്ങളിൽ ഈ സഞ്ചരിക്കുന്നവർക്ക് താഴെയുള്ള വസ്തുക്കൾ ചെറുതായിട്ടേ തോന്നുള്ളൂ. അവരുടെ ആ നിലപാടത്തിന് വളരെ ഉയരത്തിലാണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു വിമാനത്തിലൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ കാറുകളൊക്കെ എന്താ പറയാ ചെറുതായിട്ട് തോന്നും, വാഹനങ്ങളൊക്കെ താഴെയുള്ള ഇതുകളൊക്കെ ബിൽഡിങ്ങുകളൊക്കെ ചെറുതായിട്ട് തോന്നും. അതുപോലെ ഇവരുടെ ഈ മാനസികമായ അവരുടെ സ്ഥലം വളരെ ഉയരത്തിലാണ്. അതുകൊണ്ടാണ് ഈ താഴെയുള്ള വസ്തുക്കളെ ശരിയായ രീതിയിൽ വീക്ഷിക്കാൻ പറ്റാത്തത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദിനേശ് ആണ്, ചെന്നൈയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ദിനേശ്, താങ്കൾ എങ്ങനെയാണ് ഈ ഒരു സമരം ശ്രീ ദിനേശ് അല്ല, ശ്രീ ഉണ്ണികൃഷ്ണനാണ്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് പറയാം. കൊല്ലത്തുനിന്ന്. ശരി, കൊല്ലത്ത് എവിടെയാണ്? കൊല്ലം മാടനടയിലാണ്. കൊല്ലം മാടനടയിൽ നിന്ന് ശ്രീ ഉണ്ണികൃഷ്ണൻ, പറഞ്ഞോളൂ. അല്ല, ഇവരിതിപ്പോ അവശ്യ സർവീസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതിനു മുമ്പൊക്കെ ഇത് തന്നെ നമ്മൾ ഈ വിഷയം ഇതിനു മുമ്പ് ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞത് ഇവർ തോറ്റു പോകും. ഇവർ തോക്കേണ്ടവരല്ല, പക്ഷെ ഇവർ തോറ്റു. ഇവർ അവശ്യ സർവീസ് അല്ല. അത് മാത്രമല്ല, സ്റ്റേറ്റിൽ ഉള്ള 26,000 താഴെയുള്ളതിൽ 90% പേരും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഇവർ ഈ സമരത്തിൽ തോറ്റുമ്പോൾ ഈ ഇളമരം കരീമും പാർട്ടി സിസ്റ്റവും പറയുന്നതെല്ലാം മോശം കാര്യങ്ങൾ തന്നെയാണ്. ഇത് സമരം ചെയ്യുന്നവർ ആ രീതിക്ക് അങ്ങ് ഒരു താഴേക്ക് ആക്കരുത്. പക്ഷെ ഈ 7,000 രൂപ ഈ മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതലാണെങ്കിലും ഈ 7,000 രൂപയ്ക്ക് ഒരു ഏത് ജോലിക്ക് പോയാലും ഒരു 10,000 രൂപ കിട്ടും. ഇന്നിപ്പം നമ്മളെ ന്യൂസ് 18 തന്നെ തോന്നുന്നു കാണിച്ചു തോന്നുന്നു, ഒരു ആശയം എന്ന് പറഞ്ഞിട്ട് സെറിബ്രൽ പാഴ്സി പിടിച്ച ഒരു കൊച്ചിന്റെ അമ്മയുടെ ജീവിതം. അതായത് ഈ മനുഷ്യരിലാണ് ഞാൻ ഏതിലോ കണ്ടു. അപ്പൊ അവര് അമ്മ പറയുന്നതേ ഒരു 10 രൂപയെങ്കിലും കിട്ടിയാൽ കൊള്ളാമായിരുന്നു. കാര്യം ഈ ഏതാണ്ട് 90% വീടുകളിലൊക്കെ ഈ ഒരു തുക കൊണ്ട് തന്നെ ഒക്കെ പോകുന്ന ആണ്. അവരൊക്കെ ഭർത്താക്കന്മാർക്കൊക്കെ ഉള്ള ജോലിയൊക്കെ അങ്ങനെ വലിയ ജോലികളൊന്നും അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് തന്നെ ഇതിന്റെ വിഷയം. ഇവര് തോറ്റു ഈ സമരത്തിൽ. ഇവർ തോക്കാൻ പാടില്ല എന്ന് മനസ്സിലുണ്ടെങ്കിലും തോറ്റു. ശരി, താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ മധു ആണ് പാലക്കാട് നിന്ന്. ശ്രീ മധു,
താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്. സാറേ, ഇത് ഇളമരായാലും മൂത്തമരായാലും മണിയാശാനായാലും എന്താ പറയുക സാറേ, ഈ പറയുന്നത് പറഞ്ഞോളൂ. ഹലോ പറഞ്ഞോളൂ, താങ്കൾ പറഞ്ഞോളൂ. അതെ സാറേ, ഈ ഇങ്ങനെയൊക്കെ ഈ പറയുന്നത് എന്താ പറയുക, അവരുടെ ശരീരത്തിലെ ഞരമ്പുകളിൽ കൂടി ഓടുന്ന രക്തത്തിന്റെ മഹിമ അവർ വിളിച്ചറിയിക്കുകയാണ്. ഈ പാട്ടപ്പിരിവും ബക്കറ്റ് പിരിവും ഒക്കെ തുടക്കം വെച്ചത് ആരാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ബുദ്ധിയുള്ള എല്ലാവർക്കും. റേഷൻ അരിയുടെ കഞ്ഞിവെള്ളം കുടിച്ചു വളർന്ന ജനങ്ങൾക്ക് അറിയാം. ഈ പാട്ടപ്പിരിവാണെങ്കിലും ബക്കറ്റ് പിരിവാണെങ്കിലും എന്ത് പിരിവാണെങ്കിലും ശരി, ഇതെല്ലാത്തിനും തുടക്കം വെച്ചത് ആരാണെന്നും ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. പിന്നെ കേന്ദ്രത്തിനെതിരെ അത് ഞാനിപ്പോ 3 ദിവസം മുമ്പ് സാറിനോട് തന്നെ സംസാരിച്ചാണ് സാറേ. ഈ കേന്ദ്രത്തിലെ എങ്ങനെ കുറ്റം പറയുകയാണ്, ഇവരെന്തിനാണ് സാറേ ഇവിടെ ഇങ്ങനെ ചിരക്കാനിരിക്കുന്നത്? അതേ എനിക്ക് ചോദിക്കാനുള്ളൂ സാറേ. ശരി, ശ്രീ മധു സാർ പറഞ്ഞതാണ് ഇതിനൊക്കെ ഉള്ള ആൻസർ. നമുക്ക് എന്തായാലും ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇത് എത്രയും പെട്ടെന്ന് തന്നെ ആശാമാരെ ശമ്പളം എത്രയും പെട്ടെന്ന് പരിഹരിച്ച് കൊടുക്കണമെന്ന്. പിന്നെ എനിക്കത് ചോദിക്കാനുള്ളത്, ഇന്ത്യയിൽ ഈ കേരളം മാത്രമേ ഉള്ളൂ 7,000 ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. സിക്കിം എത്ര കൊടുക്കുന്നുണ്ട്? സിക്കിമിന്റെ തുക വേണമെങ്കിൽ നമുക്ക് എടുത്ത് പറയാം. നമ്മുടെ സൈറ്റിലൊക്കെ കൃത്യമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളുടെയും തുക 10,000 കൊടുക്കുന്നില്ലേ? ഇല്ല. ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തുക കൊടുക്കുന്ന സംസ്ഥാനം കേരളമാണ്. ഞാൻ കേട്ടിട്ടുള്ളത് മാധ്യമങ്ങളോട് തന്നെയാണ് കേട്ടത്. സിക്കിം 10,000, ആന്ധ്ര 9,500 കൊടുക്കുന്നുണ്ട്. കർണാടക ഈ ഏപ്രിൽ അതിന്റെ കണക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കണക്കെടുത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചത്. ഇന്നിപ്പോൾ കണക്ക് അല്പം വേണമെങ്കിൽ കണക്കെടുക്കാം. ഓരോ സംസ്ഥാനത്തിന്റെ ഓർമ്മയിൽ നിന്നില്ല. എളമരം കരീം പറഞ്ഞത് തീരെ ശരിയല്ല. കാരണം എളമരം കരീമിന്റെ CAT സംഘടന ഇതേപോലെ പിരിവെടുത്തും എല്ലാ സമരത്തും നടത്തി തന്നെയാണ് ഈ നിലയിൽ എത്തിയത്. ഇപ്പൊ അത് CAT ആണ് സമരം നടത്തി അത് വിജയിക്കുകയാണെങ്കിൽ ശമ്പളം അന്നേരം കൂട്ടിക്കൊടുത്തനെ അത് ചിന്തിച്ച. അപ്പൊ അവർക്ക് ആ ക്രെഡിറ്റ് കിട്ടും. കാരണം പിന്നെ പാർട്ടിയിലേക്കായിരിക്കും ഈ വോട്ട് മൊത്തം പോകുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പ് സെന്റും കൂടെയാണ്. കാരണം ഇപ്പൊ ഇനി ഇവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. കാരണം ഇതിപ്പം കൊടുത്തു കഴിഞ്ഞാൽ ആ സംഘടനയുടെ ഒരു ക്രെഡിറ്റ് ആയി മാറും, CAT അത് ക്രെഡിറ്റ് ഇല്ലാതായി മാറും. അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ ഒരു ട്രേഡ് യൂണിയൻ ഒക്കെ വേണ്ടത്. തൊഴിലാളികളുടെ അവകാശത്തിൽ ആര് ചെയ്താലും ആ തൊഴിലാളികളുടെ അവകാശം ഉണ്ടെങ്കിൽ കൂട്ടായി നിൽക്കുക. തൊഴിലാളികൾക്ക് എപ്പോഴും ഇപ്പോൾ ലോകത്താകമാനം രാഷ്ട്രീയമൊക്കെ മറന്ന ആളുകൾ തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടനകൾ ഒന്നാകുന്ന കാലം, ഒരുമിച്ച് സമരം ചെയ്യുകയും ഒന്നാകുകയും ഒക്കെ ചെയ്യുന്ന കാലം കൂടിയാണ്. ശ്രീ സ്കറിയാണ് ചെറുപുഴയിൽ നിന്നും. ശ്രീ സ്കറിയ, താങ്കൾക്ക് പറയാം. ഹലോ, നമസ്കാരം. 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 ഈ ആശാ വർക്കർമാരുടെ സമരം ന്യായമായ സമരമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ 7,500 രൂപയ്ക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റില്ലാത്തൊരു അവസരമാണ് അല്ലേ കിരണേ? അതെ. അപ്പോൾ ഈ ബാക്കിയുള്ളവർക്കെല്ലാം ശമ്പളം കൂട്ടി കൊടുക്കും. പിന്നെ ഇളമകരിമ പറഞ്ഞ പാട്ടപ്പിരിവ്, തൊട്ടിപ്പിരിവ്, അങ്ങനെയാണ്. ഞാൻ ഒറ്റ കാര്യം കിരണോട് ചോദിക്കട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണം. ഇന്നലത്തെ ഇതില് നമ്മുടെ അയാൾ കഥ എഴുതുകയാണ് എന്ന് പറഞ്ഞിട്ട് ഒരു തഹസിൽദാർ അവിടെ വന്ന് ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ അവിടെ CPM ആൾക്കാർ ആ ഓഫീസിൽ കയറ്റാതെ സമരം ചെയ്യുന്നത് ഈ മീഡിയ മുഴുവൻ കാണിച്ചു. കരീം എന്തുകൊണ്ട് അതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല? ആ തഹസിൽദാർ അവിടെ വന്നാൽ അവിടുത്തെ ജനങ്ങൾക്ക് പല കാര്യങ്ങളും ചെയ്യാനുള്ള പാവപ്പെട്ട ജനങ്ങൾ അതിന് പിന്നെ വന്ന് നിൽക്കുമ്പോൾ ഈ CPM ഉദ്യോഗസ്ഥന്മാർ അവിടെ സമരം ചെയ്തില്ലേ? കരീം അവിടെ പാട്ടപ്പിരിവാണ്, ഈർക്കിളിയാണ്, ചൂലാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ ഈ ഇളമരം കരീം എന്നാന്ന് ചോദിച്ചാൽ പണ്ട് നമ്മുടെ മാവൂർ ഗാളിയറൻസ് ഒക്കെ പൂട്ടിക്കാനും പിന്നെ കണ്ണൂര് നമ്മുടെ ഇപ്പൊ നയനാറുടെ ഇതിരിക്കുന്ന ആ തുണിമില്ല് പൂട്ടിക്കാനൊക്കെ നിന്ന. അപ്പൊ ഇവിടെ ഈ തൊഴിലാളി വർഗത്തോട് സ്നേഹമൊക്കെ പോയി ഇപ്പം ഈ കോടാനുകോടി രൂപയുടെ ആസ്തിയുള്ള പുള്ളിയായിപ്പോയി. അപ്പം നമ്മള് മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പാവങ്ങൾ സമരം ചെയ്യുമ്പോൾ വീണ ജോർജ് പണ്ട് മീഡിയ പ്രവർത്തകയായിരുന്നു. ജനങ്ങളുടെ സമരം ചെയ്യുമ്പോൾ ഓടിച്ചെല്ലുകയും അവിടെ ചെന്ന് ഇത് മുഴുവൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നതായിരുന്നു. ഇപ്പൊ ഇവരെ കാണുമ്പോൾ വീണ ജോർജിന് വളരെ ഒരു വെറുപ്പ, പുച്ഛവ. അവിടെ കരികൂടി കാണിക്കുന്നവരുടെ അടുത്ത് ഇറങ്ങി നിന്നിട്ട് ഹീറോ ആവുകയും ചെയ്യും. അതൊന്നും അല്ല ഒരു മന്ത്രിമാർ. പിന്നെ വേറെ കാര്യം, കേന്ദ്രം തരുന്നില്ല എന്നുള്ളത് ശരിയായ കാര്യമാണ്. പലരും തർക്കിക്കും കേന്ദ്രം കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയും. അങ്ങനെയാണ് ഇവിടെയുള്ള 99 MLA-മാരെയും കൂട്ടി ഈ മന്ത്രിമാർക്ക് ഡൽഹി പോയി സമരം ചെയ്യും. ഒറ്റ ദിവസം ഇവർക്ക് പട്ടിണി ഇരുന്നു കൂടെ അവിടെ പറ്റിയാലോ? ഇവർക്ക് പറ്റിയാലോ തെറ്റുമില്ല ഇവർ പോകാത്തത്. ഇവർ പോകണം. ഇത് കേന്ദ്രം തരുന്നില്ലെങ്കിൽ ഇവർ കേസ് കൊടുക്കുമല്ലേ ചെയ്യട്ടെ? നമ്മുടെ അവകാശമാണ് അത്. നമുക്ക് അവിടെ പോയി നേടിയെടുക്കാന്ന് പറഞ്ഞ് ഇവിടെയുള്ള ഈ 99 MLA-മാരെയും അല്ലെ 140 MLA-മാരെയും കൂട്ടി ഈ മന്ത്രിമാർ ഒരു ദിവസം അവിടെ പട്ടിണി ഇരിക്കുമ്പോൾ തളർന്നു വീഴും. പിന്നെ ഷർട്ടിന്റെ മുകളിൽ മരപ്പെട്ടി വീണേന് 50,000 രൂപ കൊടുത്ത ആൾക്കാരൊക്കെ ഉള്ള ആൾക്കാരാ ഷർട്ടേല്. നമ്മുടെയൊക്കെ ഷർട്ട് കാക്ക തൂറിയാൽ അലക്കുള്ളൂ. അപ്പൊ ഞാൻ ശ്രീ അഹമ്മദ് ബാവയാണ് മലപ്പുറത്ത് നിന്ന്. ശ്രീ അഹമ്മദ് ബാവ, ഒരു സമരത്തെ തുടർച്ചയായി ചെയ്യുന്ന ഒരു സമരം, ആ സമരം എന്തോ എന്റെ ന്യായത്തിനപ്പുറത്തേക്ക് ആ സമരത്തെയൊക്കെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് തന്നെ ഇങ്ങനെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ? നമസ്കാരം. നമസ്കാരം.
ഈ ആശാ വർക്കർമാർക്ക് ശമ്പളം കൂട്ടിക്കൊടുത്താൽ മാത്രം പോരാ, അവരെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടുകയും വേണം. അത് എന്റെ ഒരു അഭിപ്രായം. പിന്നെ ഈ ഇളമരം കരീമൊക്കെ ഉണ്ടല്ലോ, നിങ്ങളിപ്പോ വിഷയം കുറച്ചു നേരം കാണിച്ചല്ലോ. ഈ ഒരു ഫ്ലോറിൽ അത് പറയാൻ പാടില്ലാത്തത് കൊണ്ട് ഞാൻ പറയണില്ല. ഇപ്പൊ എന്റെ വായിൽ നിന്ന് അങ്ങനത്തെ ഒരു വാക്ക് ഞാൻ അപ്പൊ മനസ്സിൽ വിചാരിച്ചു വെച്ചതാണ്. അയാളുടെ ഒന്നും ദൃശ്യങ്ങൾ കാണിക്കരുത്, വെറുപ്പാണ് അയാളോട്. തൊഴിലാളി വർഗ പ്രേമം അത് കട്ട് മുടിച്ച് ഇന്ന് കോടാനുകോടി ഉറുപ്പിക സ്വന്തം പേരിലും കുടുംബത്തിന്റെ പേരിലും ബിനാമി പേരിലും. ഇയാളൊക്കെ എന്ത് നേതാവാണ്? പിന്നെ CPI നന്നാണെങ്കിൽ നട്ടലില്ലാത്ത ബിനോയ് വിശ്വത്തിനെ മാറ്റിക്കഴിഞ്ഞാൽ മാത്രമേ ആ പാർട്ടി മാറുള്ളൂ. അയാൾക്ക് നട്ടലില്ലാന്ന് ഈ അടുത്ത കാലത്തൊക്കെ നമ്മൾ അങ്ങനെ വ്യക്തിപരമായി ആക്ഷേപിക്കേണ്ടതില്ല, വിമർശനമൊക്കെ ആവാം. ശ്രീ ശശികുമാറാണ് ആലപ്പുഴയിൽ നിന്ന്. ശ്രീ ശശികുമാർ, താങ്കൾക്ക് പറയാം. സാറേ നമസ്തേ, ഞങ്ങൾ ആലപ്പുഴ ജില്ലയിലുള്ള ഈര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത്. എവിടെയാണ്? ഈര. ഓക്കെ, പറഞ്ഞോളൂ. സാർ, ഞങ്ങള് സത്യം പറഞ്ഞാൽ ഓരോ ദിവസവും ഓരോ ന്യൂസും കാണുമ്പോൾ വളരെ സങ്കടം തോന്നുകയാണ്. കാരണം ഞങ്ങളുടെ ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ആശാ വർക്കറുണ്ട്. അപ്പൊ ഇവര് ആ കൊറോണ സമയത്തൊക്കെ ഞങ്ങൾക്ക് ഓരോ സഹായങ്ങൾ ചെയ്തു. അതായത് ഇവിടെ എഴുന്നേറ്റ് ഞങ്ങൾക്കൊന്നും വെളിയിൽ ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ആ സമയത്ത് പോലും ഒരു BP കിറ്റ് പോലും ഇല്ലാതെ വന്ന് സഹായം ചെയ്ത് ഇവരെ നമ്മൾ ഒരിക്കലും ഈ പാർട്ടിക്കാരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇവർക്കൊരു 1000 രൂപയോ അല്ലെ എത്ര രൂപയോ കൂട്ടി കൊടുത്താൽ എന്താണ് സാർ ഇവർക്ക് നഷ്ടം? നമുക്ക് എന്തെല്ലാം ഇന്ന് തന്നെ പിന്നെ പിണറായി വിജയന്റെ, അതായത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ടെന്നുള്ള പരിപാടിക്ക് വേണ്ടിയിട്ട് പൈസ അനുവദിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ സാർ, ഞങ്ങളെ പോലുള്ള സാധാരണക്കാര് ഇതൊക്കെ കാണുമ്പോൾ വളരെ സങ്കടമാണ്. പിന്നെ ഇളമരം കരീമിനെ കുറിച്ച് നമ്മൾ ഒന്നും പറയുന്നില്ല. സാറ് ദയവ് ചെയ്ത് ഈ ചാനലുകാരോട് എല്ലാവരോടും പറയാനുള്ളത്, ഇങ്ങനെയുള്ള ആളുകളെ ഒന്നും കൂടുതൽ ഇവര് വ്യക്തമാണ്. നമുക്ക് യൂട്യൂബിലെ ചില കമന്റുകളിലൂടെ ശ്രീ ശ്യാമാണ്, കേരളത്തിൽ നിയമാനുസൃതമായി പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സ്വർണ്ണ കച്ചവടക്കാരുടെയും നികുതിയും കുടിശ്ശികയും മാത്രം നേരെ ചൊവ്വേ പിരിച്ചെടുത്താൽ തന്നെ ആശാ വർക്കർമാരുടെ സാമ്പത്തിക പ്രശ്നം തീർക്കാം. അങ്ങനെ കുടിശ്ശിക ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി കേരളം കുടിശ്ശിക പിരിവിൽ ഏറെ മുന്നിൽ പോയിട്ടുണ്ട് എന്നുള്ള കണക്കുകൾ കൂടി ബഡ്ജറ്റുകളിലൊക്കെ വരുന്നുണ്ട് എന്നതുമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ മറ്റേ ജോലി ചെയ്തിട്ട് പൈസ കൊടുക്കുന്നില്ല, എന്നിട്ടാണ് മറ്റ് സ്റ്റേറ്റിനെ കുറ്റം പറയുന്നതെന്ന് വിഷ്ണു പറയുന്നു. വിഷ്ണു, ജോലി ചെയ്തിട്ട് കേരളം പൈസ കൊടുക്കുന്ന പണം കുറവാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ ഇത്ര പോലും കൊടുക്കുന്നില്ല എന്നതുകൂടി അതിന് ഒപ്പമുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ കൂട്ടി കൊടുക്കരുത് എന്ന് അർത്ഥമില്ലെങ്കിലും മറ്റ് സംസ്ഥാനങ്ങൾ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. വലിയ വായിൽ വർത്തമാനം പറയുമ്പോൾ ആ പാർട്ടികളൊക്കെ ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ അവസ്ഥയും ഇതാണ് എന്നതുകൂടി ആളുകൾ ഓർമ്മിപ്പിക്കും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗോളാന്തര യാത്ര, അന്തംകമ്മി ഷാജി എന്തായാലും ചാണ്ടി സാറിനെ പറയും, നിനക്ക് പോട്ടെ, അതിനകത്ത് ക്രെഡിറ്റ് പോകുമെന്ന് കരുതി തന്നെയാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് TVM DDR പറയുന്നു. അതോടൊപ്പം തന്നെ ഗ്വാളിയർ റയോൺസ് പൂട്ടാൻ കാരണം എന്താണെന്ന് അവതാരകൻ വ്യക്തമാക്കണം. ഇപ്പോൾ ഗ്വാളിയർ റയോൺസ് പൂട്ടിയെക്കുറിച്ചല്ലല്ലോ ശ്രീ ഷാജി ഭാസ്കരൻ ഇവിടെ ചർച്ച. അതൊക്കെ കേരളം ഒരുപാട് ചർച്ച ചെയ്ത കാര്യങ്ങളല്ലേ. അതിപ്പോൾ പ്രത്യേകിച്ച് അതിന് ഈ സമയത്ത് എന്താണ് പ്രാധാന്യം? ഭരണത്തിലിരിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിന് ഇങ്ങനെ പറയാനേ പറ്റൂ, മറിച്ച് പറയണമെന്നതിലൊരു അർത്ഥവുമില്ല ഒരു TV ചർച്ചയിൽ എന്ന് പറയുന്നു. അപ്പം അവതാരകൻ പറയുന്ന പച്ചക്കള്ളമാണ്. ഒറീസ 13,000 രൂപയാണ് കൊടുക്കുന്നത്. കഴിഞ്ഞ ദിവസം പൊതുവേദിയിൽ ഒരു ലിസ്റ്റ് കൊണ്ടുവന്ന് വിവരിക്കുന്നുണ്ട്, 7,000 മുകളിൽ കൊടുക്കുന്ന ലിസ്റ്റ്. അപ്പോൾ ആ ജയകുമാർ ആ ലിസ്റ്റും കണക്കൊന്ന് ഇതിനകത്ത് ഇട്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ വേണമെങ്കിൽ അതങ്ങ് വായിച്ചേക്കാം. ഇതൊക്കെ പൊതു മധ്യത്തിൽ എല്ലാം ഉള്ള കണക്കുകളാണ്. അതിൽ ഒറീസ 13,000 രൂപ കൊടുക്കുന്ന ലിസ്റ്റ് താങ്കൾ അങ്ങ് ഇട്ടാൽ മതി. ഞാൻ പറയുന്നതാണോ കള്ളം, താങ്കൾ പറയുന്നതാണോ കള്ളം എന്നൊക്കെ ആളുകൾ തീരുമാനിച്ചോട്ടെ. ശ്രീ ശരത്താണ് തിരുവനന്തപുരത്തു നിന്നും, ക്ഷമിക്കണം ശ്രീ ശശികുമാറാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ ശശികുമാർ, താങ്കൾക്ക് പറയാം. ക്ഷമിക്കണം, ശ്രീ ശരത്താണ് തിരുവനന്തപുരത്ത്. ശ്രീ ശരത്ത്, താങ്കൾക്ക് പറയാം. നമസ്കാരം. ഞാൻ പറയുന്നത് ഇപ്പൊ ഇവിടുത്തെ നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിട്ട് നിൽക്കുകയാണെങ്കിൽ ഈ അനാവശ്യമായിട്ടുള്ള പരസ്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുന്നു. ഒരുപാട് പണം അനാവശ്യമായിട്ട് പാടായിപ്പോ നമ്മൾ കാണുന്നുണ്ട്. ഈ പണം വിനിയോഗിക്കുന്നതിന് വേണ്ടി പ്രത്യേകിച്ച് ഒരു കണക്ക് ഇല്ലാതെ വരുമ്പോഴാണ് ഈ സാമ്പത്തിക സ്ഥിതിയിൽ ഇത്രയും ബുദ്ധിമുട്ട് വരുന്നത്. ആ അനാവശ്യമായിട്ട് ചിലവാക്കുന്ന പണം മതിയാകുന്നുണ്ട് ഇവർക്ക് ശമ്പളോ ആനുകൂല്യം കൊടുക്കുക. അതുപോലെയാണോ? ഇത്രയും പണം പോരെ? അതുപോരാ. അങ്ങനെ ഏതൊക്കെ അനാവശ്യമാണ് അനാവശ്യമില്ല എന്നൊക്കെ ഉള്ളത് വേറെ വിഷയം. വലിയ തുക വേണം. 26,000 പേർക്ക് മാസം ശമ്പളം വർദ്ധിപ്പിക്കണം, 5,000 രൂപ വർദ്ധിപ്പിക്കണമെന്നുണ്ടാകുന്ന ചെലവ് വലിയ വലുതാണ്. അത് സമ്മതിക്കുന്നു. പക്ഷെ അതൊക്കെ കണ്ടെത്തി മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. എന്നാലൊരു സമരം അനാവശ്യം നമുക്ക് ഒരിക്കലും പറയാൻ പറ്റൂല. കാരണം ജോലി ചെയ്തിട്ട് കൂലിയും മറ്റുള്ള ആനുകൂല്യം കിട്ടിയില്ലെങ്കിലേ തീർച്ചയായിട്ടും നമുക്കത് കുറ്റപ്പെടുത്താൻ പറ്റൂലല്ലോ. ഇല്ല.
ശ്രീ പ്രേമനാണ്, പിണറായിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ പ്രേമൻ, താങ്കൾ എങ്ങനെയാണ് ഈ സമരത്തിനോടുള്ള ഇളമരം കരീമിന്റെ പ്രതികരണത്തെ കാണുന്നത്? കരീംഖന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ അത് തൊഴിലാളി വർഗ നേതാവിനെ ചേർന്നതല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഈ ആശാവർക്കർമാരുടെ സേവനത്തിൽ നമ്മൾ വില കുറച്ച് കാണാൻ ഒരിക്കലും പാടില്ല. കാരണം അവരുടെ സേവനം കൊറോണ കാലത്തിൽ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അതുകൊണ്ട് ആശാവർക്കർമാരുടെ സമരം മുഖ്യമന്ത്രി ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം. ഇന്ത്യക്ക് തന്നെ ലോകത്തിന് മാതൃകയാണ് കേരളം എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് നമ്മൾ ആശാവർക്കർമാരും അവരുടെ വേതനം വർദ്ധിപ്പിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രം തന്നാലും തന്നിട്ടില്ലെങ്കിൽ ശരി സംസ്ഥാന ഗവൺമെന്റ് ഇന്ത്യക്ക് തന്നെ ഒരു മാതൃകയായ രീതിയിലുള്ള ഒരു വേതന വർധനവ് ഇതിലുണ്ടാക്കിക്കൊണ്ട് ഒരു നല്ല രീതിയിൽ ഒത്തുതീർപ്പ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി മുഖ്യമന്ത്രി ഇടപെടണമെന്ന ഈ അഭിപ്രായത്തിൽ ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. എന്തായാലും നമുക്ക് ഈ വിഷയത്തിൽ ചർച്ച തുടരേണ്ടതുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ആശാവർക്കർമാരുടെ സമരത്തെ തുടർച്ചയായി മൂന്നാം ദിവസവുമാണ് പരിഹസിച്ചുകൊണ്ട് CITU നേതാവ് കൂടിയായ ശ്രീ ഇളമരം കരീം സംസാരിച്ചത്. ആ ദിവസം നാടകമെന്നും രണ്ടാമത്തെ ദിവസം പാട്ടപ്പിരിവുകാരുടെ സമരമെന്നും ഒക്കെ പറയുമ്പോൾ മൂന്നാം ദിവസം ഇർക്കിലി പാർട്ടിയുടെ സമരമാണെന്നും സമരക്കാർക്ക് മാധ്യമ ശ്രദ്ധ കിട്ടിയോടെ ഹരമായി പോയി, അതാണ് പ്രശ്നമെന്നൊക്കെയാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്. ഈ വിഷയം ശരിയാണോ? അങ്ങനെ ഒരു സമരത്തെ അപഹസിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്ത് നിന്ന്. ശ്രീ തങ്കച്ചൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാർ. നമസ്കാരമുണ്ട് സാറേ. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടപെട്ട സർക്കാരിന്റെ ഈ ഇടതുപക്ഷ നേതാക്കന്മാർ സ്ഥിരത നഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നുന്നു. അല്ലെ തൊഴിലാളി പക്ക സംസ്ഥാനത്തിൽ സമരങ്ങൾ കൂടി നമ്മൾ അധികാരത്തിൽ വന്നൊരു എന്തും നേടിയെടുക്കാൻ വേണ്ടി സമരം നടത്താൻ എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തു വരും. അത് തന്നെ നമ്മുടെ കോടിയേരി എന്ന് പറഞ്ഞിട്ടില്ല, പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കണം. പക്ഷേ ഈ ഇളമരം കരീമനുസരിച്ച് ഇങ്ങനത്തെ ഒരു രീതി തെറ്റായ അഭിപ്രായം. അത് ട്രാൻസ്പോർട്ടുകാരെ ഇങ്ങനെ അപഹസിച്ചിട്ടുണ്ട്. അങ്ങനെ പല രീതിയിലും ഈ കരീമ എല്ലാവരും തൊഴിലാളി പ്രസ്ഥാനത്തെ പുച്ഛത്തോട് കാണുന്ന നേതാവ്. ഇപ്പൊ നേതാവെന്ന് പറയാൻ പറ്റത്തില്ല എന്നാണ് എന്റെ അഭിപ്രായം. കാരണം വെച്ചാൽ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ഇടതുപക്ഷം നേടിക്കൊടുത്തിട്ടുണ്ട്. ഞാനൊരു കോൺഗ്രസ്സുകാരനോ കമ്മ്യൂണിസ്റ്റുകാരനോ BJP-ക്കാരനോ സ്വന്തമായിട്ട് ചിന്തിക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങളെ അഭിമാനിക്കും. നിങ്ങൾ മൂന്നാമത്തെ ദിവസവും ഈ വിഷയം എടുത്തില്ല. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ അച്യുതനാണ് കോഴിക്കോട് നിന്ന്. ശ്രീ അച്യുതൻ, താങ്കൾ എങ്ങനെയാണ് ഈ അഭിപ്രായത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്. അതായത് ഞാൻ 31 കൊല്ലം കോഴിക്കോടുള്ള കോമൺവെൽത്ത് ടൈൽ ഫാക്ടറി പണിയെടുത്ത ആളാ CITU-ല്. ശരി, CITU യൂണിയനിലാണ്. പറഞ്ഞോളൂ. അപ്പോ അക്കാലത്തൊക്കെ ഈ ഇളമരം കരീം കോഴിക്കോട്ട് ഓരോരു സ്ഥലത്ത് യൂണിയന്റെ ആളാണ്, യൂണിയന്റെ സെക്രട്ടറി പറ്റൊക്കെയാണ്. ഈ കോഴിക്കോട്ട് നിന്ന് സാധാരണക്കാരന്റെ പൈസ വാങ്ങി ഓന്റെ ആ ശമ്പളം പറ്റി പാർട്ടിയിൽ നിന്ന് ശമ്പളം പറ്റി ജീവിച്ച ആളാണ് അന്ന് ഇളമരം കരീം. ഈ സാധാരണക്കാരന്റെ ഇടയിൽ നിന്ന് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഇന്നിപ്പോ സാധാരണക്കാരനെ തള്ളി പറയണത് ഞാൻ എന്റെ ചുടാലെ കേൾക്കുകയാണ്. അപ്പോ വല്ലാത്ത തകരാറുണ്ടായി കേൾക്കുമ്പോ ഈ ആരാ പറഞ്ഞാ അറിയാം, സാധാരണക്കാരന്റെ യൂണിയനിൽ പെട്ട നേതാവാണ് ആ പറയണത്. പാട്ടപ്പിരിവ് അന്ന് ഞങ്ങൾ സമരം ചെയ്യുമ്പോൾ പാട്ടപ്പിരിവിന് പോയ ആൾക്കാരാണ് CITU-ലുള്ളത്. ആ CITU-ന്റെ ഒരു നേതാവാണത്. അങ്ങനെയുണ്ട്, ശരിയല്ലേ? അതെ, അത് പറയാൻ പാടില്ല, അത്രേ ഉള്ളൂ. സമരം വ്യക്തമാണ്. ശ്രീ MP മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ MP മണി, സമരത്തിന്റെ ന്യായാന്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ ഒരു സമരത്തെ, സാധാരണ തൊഴിലാളികൾ നടത്തുന്ന ഒരു സമരത്തെ ഈ മട്ടിലൊക്കെ അധിക്ഷേപിക്കുന്നത് ശരിയാണോ? അത് ഈ ശാസ്ത്രം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ കമ്മ്യൂണിസം എന്ന് പറയുന്നത് തൊഴിലാളി വർഗ സർവാധിപത്യമാണ്. ഈ തൊഴിലാളി എന്ന് പറയുന്നത് സ്വന്തം അധ്വാനം മാത്രം കൈമുതലുള്ള വ്യക്തി, ആ അധ്വാനം വിറ്റ് അതിന്റെ വില കൂലിയായിട്ട് വാങ്ങി ജീവിക്കുന്ന മനുഷ്യനാണ്. അത്തരം വ്യക്തികൾ ഇന്ന് പാർട്ടിയിലോ അധികാരത്തിലോ ഇല്ല. ഈ പ്രസ്ഥാനം പിന്നീട് തൊഴിലാളി വർഗ സർവാധിപത്യം എന്ന് പാർട്ടിയുടെ സർവാധിപത്യമായി. പാർട്ടിയുടെ സർവാധിപത്യം ക്രമേണ ചില നേതാക്കളുടെ സർവാധിപത്യമായി. അപ്പൊ ഇതൊക്കെ സംഭവിക്കും, ഇതിൽ അത്ഭുതമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റ് റഷ്യയിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. അവസാനം ഈ പാർട്ടിയുടെ സർവാധിപത്യം തൊഴിലാളികളുടെ കയ്യിൽ നിന്നും ഏതാനും പാർട്ടി നേതാക്കളുടെ സർവാധിപത്യമായി. അതിൽ തൊഴിലാളികളില്ല. അതുകൊണ്ട് തൊഴിലാളികളുടെ മനഃശാസ്ത്രം അവർക്ക് മനസ്സിലാവില്ല. അത്രയേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബാലു ആണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ബാലു, തിരുവനന്തപുരത്ത് എവിടുന്നാണ് വിളിക്കുന്നത്? ഹലോ, നമസ്കാരമുണ്ട്. എവിടുന്നാണ് വിളിക്കുന്നത്? നമസ്കാരം, കിരൺജി. നമസ്കാരം. നമസ്കാരം. തിരുവനന്തപുരത്ത് നിന്നാണ്. തിരുവനന്തപുരത്ത് എവിടെയാണ്? തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട്. വെഞ്ഞാറമൂട്, ഓക്കെ, ശരി. വെഞ്ഞാറമൂട് കഴിഞ്ഞ 2 ദിവസമായി വാർത്തകളിലെല്ലാം ഇങ്ങനെ വെഞ്ഞാറമൂടെന്ന് ഇനി അറിയാത്ത ആളുകൾ കൂടി
ഇപ്പം നല്ല വാർത്തയുടെ പേരിലല്ല എങ്കിൽ പോലും അറിഞ്ഞ ഒരു സമയം കൂടിയാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ പറയാം. ഇതില് ആശാ സമരത്തെ നമുക്ക് ഒരിക്കലും തള്ളിക്കളയാൻ പറ്റില്ല. അവരത്രത്തോളം നമുക്ക് ആപത്ഘട്ടങ്ങളിൽ നമ്മളെ സഹായിച്ച ആൾക്കാരാണ്. കൊറോണ കാലഘട്ടം, നിപ്പ വൈറസ്, ഈ കാലഘട്ടങ്ങളിലൊക്കെ അവര് തീർച്ചയായിട്ടും നമുക്ക് അവര് വളരെയധികം സേവനം ചെയ്ത ആൾക്കാരാണ്. ഇവർക്ക് കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട്, അതായത് ഭരിക്കുന്ന പാർട്ടി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് അവർക്ക് കൊടുക്കാതിരിക്കാനുള്ള ഒരു നടപടിയാണ് ഇപ്പൊ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവര് തൊഴിലാളി വർഗത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണെന്നല്ലേ സങ്കല്പം, അങ്ങനെയാണെന്നല്ലേ പറച്ചില്ലേ. ഒരിക്കലും അത് എങ്കിലും ഇവർക്ക് ഇവരുടെ ഈ സമരം ഇത്രയും 10-17 ദിവസമായി അവർക്കത് എപ്പോഴേ അത് ശമ്പളം അവർക്ക് വാരിക്കോരി കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം. അതിൽ എഴുതിയിട്ടുണ്ടല്ലോ PSC മെമ്പർമാർക്ക് ശമ്പളം എത്ര വാരിക്കോരി കൊടുത്തിരിക്കുന്നത്. ശരി, വലിയ തുകയാണ് PSC മെമ്പർമാർക്ക് 3.25 ലക്ഷത്തിലേക്കാണ് ഉയർത്തിയത്. ശ്രീ ജയകുമാറാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ്? ക്ഷമിക്കണം, ശ്രീമതി ജയാണ്. ശ്രീമതി ജയ ക്ഷമിക്കണം, ഞാൻ പെട്ടെന്ന് പേര് വായിച്ചപ്പോൾ അങ്ങനെ ആയിപ്പോയതാണ്. ശ്രീമതി ജയക്ക് പറയാം. സോറി, ക്ഷമിക്കണം, ഞാനേ പേര് ജയകുമാർ പെട്ടെന്ന് വായിച്ചു പോയതാണ്. നമസ്കാരമുണ്ട്, പറഞ്ഞോളൂ. ഇത് ആശാവർക്കർമാരുടെ സമരം എത്ര ദിവസത്തിന് മുന്നേ തീർക്കേണ്ടുന്നതായിരുന്നു. ഈ കരീമെന്ന് പറഞ്ഞ ആളിനെ എനിക്ക് ഈ നമ്മുടെ ടെലിവിഷനിൽ കണ്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ അദ്ദേഹം നമ്മുടെ ഇലക്ഷന്റെ സമയത്ത് മറ്റേ എതിര് നിന്ന ആളിനെ രാഘവേട്ടൻ എന്ന് വിളിച്ചപ്പോ സ്വന്തമായിട്ടങ്ങ് കരിമിക്ക ആയ ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ വിവരം അത്രയേ ഉള്ളൂ നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെയല്ല, അത് അങ്ങനെ സ്വന്തമായിട്ടല്ല, അത് രണ്ടുപേരെ മതത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ ആളുകൾ ചിലപ്പോൾ ഇക്കായെന്നും ചേട്ടാ എന്നൊക്കെ വിളിക്കില്ല. അതൊക്കെ ലക്ഷ്മിയോട് വിളിച്ച് നമ്മളാരും കേട്ടില്ലല്ലോ, ഞങ്ങള് കേട്ടില്ല, വിശേഷിച്ച് ഞാൻ കേട്ടില്ല. പോട്ടെ, നമുക്കിപ്പോ അത്തരം വിഷയത്തിലൊക്കെ ഇലക്ഷനിൽ പലപ്പോഴും അങ്ങനെയൊക്കെ എടുക്കാറുണ്ട്, നമ്മൾ വിട്ടേ. ഓക്കെ. അപ്പം അയാള് ഇങ്ങനെ ഒരു ട്രേഡ് യൂണിയന്റെ രീതിയിലുള്ള ഒരു വർത്തമാനം അല്ലല്ലോ ഈ പറയുന്നത്. അവര് പാട്ട പിരിവാണ് നടത്തുന്നതും ഈർക്കിലി സമരമാണ്. അതങ്ങനൊന്നും പറയേണ്ടുന്ന കാര്യമില്ല. അവർക്ക് ന്യായമായ സമരമാണ്. അത് ശരിയാക്കി കൊടുക്കണം. അത് ആരോഗ്യമന്ത്രി അതിന്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ദീപു ആണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീ ദീപു, സമരത്തിന്റെ ന്യായാന്യായങ്ങളിലേക്കല്ല, ഒരു സമരത്തെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് ഇമ്മട്ടിൽ അപഹസിക്കുന്നത് ശരിയാണോ? കിരൺ പറഞ്ഞ അനുസരിച്ച് ആദ്യം നാടകം എന്ന് പറഞ്ഞു, പിന്നെ പാട്ടപ്പിരിവ് എന്ന് പറഞ്ഞു, പിന്നെ ഈർക്കലി സംഘടന എന്ന് പറഞ്ഞു. ഇത് 3 എണ്ണമാണ് നമ്മൾ ഇന്നത്തെ ചർച്ചയ്ക്ക് ഒരു വരി കൂടി പറഞ്ഞിരുന്നു, മാധ്യമ ശ്രദ്ധ കിട്ടിയോടുകൂടി സമരക്കാർക്ക് ഹരമായി. അതുകൊണ്ടാണ് ഒരു മാധ്യമ ശ്രദ്ധ കിട്ടിയതോടുകൂടി അത് വരുന്നില്ലല്ലോ. ആ 3ഉം സത്യത്തില് അദ്ദേഹത്തിന്റെ വായിന്ന് വരാൻ പാടില്ലാത്ത കാര്യമാണെന്നതിനകത്ത് ഒരു തർക്കമില്ല. നാടകമൊക്കെ ഓക്കെ, പക്ഷെ പാട്ടപ്പിരിവും ഈ പറയുന്ന ഈർക്കലി പാർട്ടി എന്നുള്ളതും ഇവിടെ ഈ വിഷയത്തില് ഇദ്ദേഹം പറയുന്ന, ഇദ്ദേഹത്തിന്റെ പത്രസമ്മേളനം നടത്തി പറഞ്ഞല്ല, അദ്ദേഹത്തിന്റെ അടുത്ത് മാധ്യമങ്ങൾ ഒന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞൊരു കാര്യമാണ്. അത് ഏകദേശം 6 മിനിറ്റോളം അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ സംസാരത്തിൽ ഒരു വാക്ക് മാത്രമാണ് ഈ സംഘടനയെ കുറിച്ച്, അതായത് ഈ സമരം നടത്തുന്ന സംഘടനയെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ ഒരു വാക്ക് പോലും ആശാ വർക്കർമാർക്കെതിരായിട്ട് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അത് ന്യായമാണെന്നും അവർക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല എന്നുള്ളതും എല്ലാ കാര്യങ്ങളും വിശദമായി തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. കേന്ദ്ര സർക്കാർ ഓഫീസിൽ, അതായത് ഇവർ 13 സംഘടനകൾ ചേർന്നിട്ടാണ്. അതിനകത്ത് ഈ പറയുന്ന SUCന്റെ സംഘടനയുണ്ട്. അപ്പൊ അവര് ഈ പറയുന്ന 6-ാം തീയതി നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള സമരത്തിൽ ഇവർ പങ്കെടുക്കുന്നില്ല. ഇവര് മാത്രം ഈ പറയുന്നവരെ ഒരു വിഭാഗത്തെ മാത്രം കൊണ്ടുവന്ന് വയ്ക്കുന്നു. ഒരു ട്രേഡ് യൂണിയൻ നേതാവ് എന്ന നിലയിൽ അവർ കൂട്ടായിട്ട്, അത് BMS-ഉം INTUC-യും CAT-യും അങ്ങനെ തുടങ്ങിയിട്ട് UTUC-യും അങ്ങനെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന ഒരു കൂട്ടായ്മയിൽ നിന്ന് വേറിട്ട് വന്നിട്ട് ഒരു കൂട്ടം ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവർക്ക് ഇത്രയും കിട്ടണ്ടെന്നും പറയുന്നില്ല, അത്ര മാക്സിമം കിട്ടണം എന്നാണ് അവർ പറയുന്നത് തന്നെ. അങ്ങനെയുള്ളിടത്തുനിന്ന് നമ്മൾ ഒരു നേതാവിനെ നമ്മൾ മൊത്തത്തിൽ ഇകഴ്ത്തി കാണിച്ച് സംസാരിക്കുന്നത് ശരിയില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ 6 മിനിറ്റ് ഉണ്ടല്ലോ, നിങ്ങൾ ഈ 6 മിനിറ്റ് 1 മണിക്കൂറുണ്ടല്ലോ, 6 മിനിറ്റ് അദ്ദേഹം പറഞ്ഞത് കൂടെ കേൾപ്പിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പൊ ഇങ്ങനെയാണ് ഒരു ദിവസം അദ്ദേഹം അങ്ങനെ ലേഖനം എഴുതി, അതിനുശേഷം പിന്നീട് 2 ദിവസം 3 അദ്ദേഹം കേരളത്തിൽ ഒരുപാട് സമരമൊക്കെ നയിച്ചിട്ടുള്ള വലിയൊരു ട്രേഡ് യൂണിയന്റെ നേതാവാണ്. അദ്ദേഹത്തിന് സമരത്തെ എതിർക്കുക മറ്റു കാര്യങ്ങളൊക്കെ പറയാം. പക്ഷേ ഈ താങ്കൾ തന്നെ നേരത്തെ അംഗീകരിച്ച മട്ടിൽ പറയുമ്പോൾ അത്തരം വാക്കുകളൊക്കെ ഒരു സമരത്തിനെതിരെ ഉപയോഗിക്കുമ്പോൾ അദ്ദേഹം പറയുന്ന മറ്റു കാര്യങ്ങൾ കൊണ്ട് അതിനെല്ലാം റദ്ദാക്കി കളയണമെന്ന് പറയാൻ നമുക്ക് കഴിയുമോ?
ശരി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ സംഘടനയെ കുറിച്ച് പറയുന്നു. SUCI സംഘടനയാണ് ഈ സമരം നടത്തുന്നത്. അവര് ഈ സമരത്തിലെ അദ്ദേഹത്തിന് പറയാനുള്ള അവകാശമില്ലേ? അദ്ദേഹത്തിന്റെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഒരു സംഘടന മാത്രം മാറി നിന്നുകൊണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവര് 90% ആശമാര് പണിക്ക് പോകുന്നു. അതിനകത്ത് കുറച്ചു പേര് മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഒരു കൂട്ടായ്മയിൽ നിന്ന് ഇവരെ വിഘടിപ്പിച്ച് നിർത്തിയാലുള്ള പ്രശ്നം എന്താണ്? ഇവർക്ക് കിട്ടേണ്ടത് കൂടെ കിട്ടാതെയാകും. ഇത് മാധ്യമ ശ്രദ്ധ കിട്ടുന്നത് കൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രിയെ കുറിച്ച് എന്താ അനാവശ്യമാണ് അവര് പറഞ്ഞത്? ആര് തെറ്റിയതായാലും തെറ്റാണ്. ദീർഘമായി പറയുന്നത് ദീപും ആദ്യം ആ തെറ്റ് അംഗീകരിച്ചു. അങ്ങനെ പറയുന്നത് ശരിയല്ല എന്നുള്ളത് അംഗീകരിച്ചു. നമ്മുടെ വിഷയം അത് തന്നെയാണ്. അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളും ഈ സർക്കാരും എല്ലാം അവരുടെ നോക്കൂ, 1000 രൂപയാണ് കോൺഗ്രസ് കൂട്ടി. ഇവിടെ 7 മടങ്ങ് കൂട്ടി 7000 രൂപയാണ്. ഇപ്പൊ അത് കൂട്ടി കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് സർക്കാരിനുണ്ട്. പക്ഷെ അവർക്ക് കിട്ടുന്ന തുക അവർക്ക് ജീവിക്കാൻ മാന്യമായ തുകയല്ല, അത് കൂട്ടണമെന്ന് തന്നെയാണ് അഭിപ്രായം. ഒറ്റ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനം. കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ബഡ്ജറ്റിൽ 5 ലക്ഷം രൂപയാണ് ഈ കേന്ദ്രാവിഷ്കൃത ക്ഷേമ പ്രവർത്തനങ്ങൾക്കായിട്ട് വെച്ചത്. അവസാനം അവരെ 1 ലക്ഷം രൂപ കട്ട് ചെയ്തു. അതിനകത്തുനിന്ന് 1 ലക്ഷം രൂപയിലാണ് ഈ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുക്കാതെ ഈ കേന്ദ്രം. രാജീവാണ് ബാംഗ്ലൂരിൽ നിന്നും. ശ്രീ രാജീവ്, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? ശ്രീ നസീറാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ നസീർ, താങ്കൾ എങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയൻ നേതാവ് കൂടിയായ ശ്രീ എളമരം കരീമിന്റെ ഈ വാക്കുകളെ കാണുന്നത്? തീർച്ചയായിട്ടും ഇത് ഒരു എന്താ പറയാ, സാങ്കേതികത്വങ്ങളൊക്കെ ധാരാളം പറയുന്നുണ്ട്. ഇപ്പോ നമ്മുടെ കേന്ദ്രത്തിന്റെ വിഹിതം കിട്ടിയില്ല, മറ്റുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാവും. പക്ഷെ അതല്ല ഇവിടുത്തെ വിഷയം. ഒരു സമരം നടത്തുമ്പോൾ ഏതായാലും സംഘടനാ സ്വാതന്ത്ര്യമുണ്ട്, അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു സമരത്തിന് മുന്നിട്ടിറങ്ങുമ്പോൾ അതിനെ നേടേണ്ടത് എങ്ങനെയാണ്? പ്രത്യേകിച്ചും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിക്കുമ്പോൾ. ഞാനൊരു ഇടതുപക്ഷക്കാരനാണ്. അപ്പോൾ ആ ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് എങ്ങനെയാണ് ഒരു സമരം നേരിടേണ്ടത്? ഇത് നമ്മൾ പറയുന്നത് ഇല്ല, ഈ സൂചി കൊണ്ടെടുക്കേണ്ടത് രൂപ കൊണ്ടെടുക്കേണ്ട ഒരവസ്ഥയാണ്. ഇപ്പൊ പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളെ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ പ്രിയപ്പെട്ട നേതാവാണ് എളമരം കരീം. അതേക്കുറിച്ചൊക്കെ നമുക്ക് നല്ല അഭിപ്രായമാണ്. പക്ഷെ എങ്ങനെയൊക്കെയോ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്ന് വീഴുന്ന ചില പ്രയോഗങ്ങൾ അത് അവരറിയുന്നില്ല. ആ സമരത്തിന്റെ വീര്യം വർദ്ധിപ്പിക്കുകയുള്ളൂ. അത് ഈ പറയുന്ന നേതാക്കളും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെ സൂക്ഷിച്ചോടെ സംസാരിക്കണം. ഇപ്പം നമ്മുടെ ധനമന്ത്രി നേരത്തെ ഒരു കാര്യം പറഞ്ഞു, കൊടുക്കാൻ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷേ ഖജനാവിൽ പൈസ ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ അതിന് വേറെ മറുപടിയൊക്കെ ഉണ്ട്. വേറെയുള്ള കാര്യത്തിനും പൈസ ഉണ്ടല്ലോ എന്നൊക്കെ നമ്മൾ പറയും. ഇതൊക്കെ അങ്ങനെ നിൽക്കട്ടെ. പക്ഷേ സമരത്തെ നേരിടുമ്പോൾ ഇങ്ങനെയുള്ള മിതത്വം പാലിച്ച് പ്രത്യേകിച്ച് നേതാക്കന്മാർ. താങ്കൾ പറഞ്ഞത് വളരെ വ്യക്തമാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അത്തരം സമരത്തോട് കാണിക്കേണ്ട, അതിനോട് പ്രതികരിക്കേണ്ട രീതിയൊക്കെ ഉണ്ട്. ആ രീതി തെറ്റുന്നതുകൊണ്ടാണ് ഇത്തരം ചർച്ചകളൊക്കെ എടുക്കുന്നത് തന്നെ. ശ്രീ രാജഗോപാലാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ രാജഗോപാൽ, താങ്കൾക്ക് പറയാം. സാറ്, എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇത് കൂടി വന്ന ഈ ഞായറാഴ്ചക്കുള്ളിൽ സമരം തീരും. എന്റെ ഒരു ഉറപ്പാണ്. എന്താണ് അങ്ങനെ ഉറപ്പ്? കാരണം ഈ നിയമസഭാ സമ്മേളനം കാരണം ലോകരാജ്യങ്ങൾ കംപ്ലീറ്റ് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. ഇത് ഞായറാഴ്ചക്കുള്ളിൽ തീരുമെന്ന് ഞാൻ സാറിന് വാക്ക് തരും. ശരി രാജഗോപാൽ, എങ്ങനെ എത്രയും പെട്ടെന്ന് ഞായറാഴ്ചയല്ല ഇന്ന് തന്നെ തീരട്ടെ എന്ന് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം. ഞാൻ പറയാം, മാക്സിമം ഞായറാഴ്ച. ഇപ്പം എളമരം കരീമിന് അങ്ങനെ ഓരോരുത്തരും ഒന്ന് അതിലൊന്നും കാര്യമില്ല. ഞായറാഴ്ചക്കുള്ളിൽ സാറേ ഇത് തീരും. ശരി, ഓക്കെ. എനിക്ക് ഇത്രേ പറയാവുള്ളൂ. ശിവദാസനാണ് ശ്രീ ബാലരാമപുരത്തും. ശ്രീ ശിവദാസൻ, താങ്കൾക്ക് പറയാം. ഈ ആശാ വർക്കർ എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട സ്ത്രീകള് കൊറോണ കാലത്ത് ചെയ്ത സമീപനം ബഹുമാനപ്പെട്ട ഗവൺമെന്റ് മനസ്സിലാക്കണം. എളമരം സാർ മനസ്സിലാക്കണം. എളമരം സാർ സഖാവ് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖത്തുള്ള പൈസ മനസ്സിലാക്കണം. ഇതിൽ ഏറ്റവും ഒരു കോടി, അതായത് നമ്മളെ മുകേഷ് അംബാനിക്ക് പോലും ഇത്ര മുഖത്തിലൊരു കാണില്ല. കാരണം ഇവിടെ വാരിക്കൂരി കൊടുക്കുന്നുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക്. ഉദ്യോഗസ്ഥന്മാർക്ക് ഡെയിലി വേറ്റ് കൊടുക്കുന്ന ഒരു അംശം കൊടുത്താൽ മതിയല്ലേ അവർക്ക്. ആശാവർക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ കൊറോണ സമയത്ത് ഇവിടെ ചത്തൊടുങ്ങൂലേ? ആഹാരം കിട്ടാതെയും വെള്ളം കിട്ടാതെയും രോഗികളെ വിഷയം അറിയിക്കാതെയും ആരുമില്ല. എല്ലാവരും ഓടി വിളിച്ചു. അന്ന് ഡിവൈഎഫ്ഐയുടെ പുറത്ത് പയ്യന്മാരും മറ്റു സംസ്ഥാനങ്ങളിലും ആശാവർക്കറും കൂടി നിറഞ്ഞു നിന്ന കേരളമാണ്. ആ കേരളത്തിലുള്ള ഈ പാവപ്പെട്ട ഈ സ്ത്രീകളെ, ഈ കൊച്ചു കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവരുമ്പോൾ ഇത് കാണാതെ നടിക്കുന്ന ഈ ഇടതുപക്ഷ ഗവൺമെന്റ് കാണിക്കുന്ന ഏറ്റവും വലിയ ചതിയാണ്. വേറൊരു വിഷയം കൂടി പറയാൻ കേൾക്കാം. വേറെ സമയം തരണം. കാരണം എനിക്ക് അടി പിടിക്കുന്ന സമയം തരണം. ഞാൻ ചോദിക്കട്ടെ സാറേ, നമ്മുടെ പിണറായി ഇരിക്കുന്ന ഈ നേതാക്കന്മാരെല്ലാവരും പാവപ്പെട്ട് വന്നവന്മാരാണ്. ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിൽ വന്നവരാണ്. അത് കുറച്ച് ആൾക്കാരേ ഉള്ളൂ അങ്ങോട്ടുള്ളത്. നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴേ
ഇത് ബെഡ്സ് എടുക്കാൻ വേണ്ടി 250 രൂപ വാങ്ങുന്നുണ്ട്. എല്ലാ ഹോസ്പിറ്റലിലും 250 രൂപ. കേൾക്കുമ്പോൾ പറയുന്നത് അത് ആശാ വർക്കർമാർ കൊടുക്കാനാണ്. ഇവിടെ കുറച്ച് സ്റ്റാഫുകളുണ്ട്, പഞ്ചായത്ത് ശമ്പളം കൊടുക്കുന്ന, ഗവൺമെന്റ് കൊടുക്കാൻ നിവൃത്തിയില്ല, നമ്മൾ കൊടുക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ഒരു OP ടിക്കറ്റ് 200, 250, 80 OP ടിക്കറ്റ് എടുക്കുമ്പോൾ 250 രൂപ വാങ്ങുന്നു പറഞ്ഞ ആ പൈസ എന്ത് ചെയ്യുന്നു സാറേ? ഇതിൽ പള്ളിച്ചൽ പഞ്ചായത്തിൽ 15-ാം വാർഡ് താമസക്കാരനെ ഞാന് കഴിഞ്ഞ മാസം ക്ഷമയായിട്ട് ചെന്നപ്പോൾ 250 രൂപ. എനിക്ക് 81 5 രൂപയും 10 രൂപയും അല്ലേ? ഇല്ല ഞാൻ സാറിന് ശരി, താങ്കൾ ഡീറ്റെയിൽസ് ഇടുതാണ്ട് ഇപ്പോൾ PCR ഡീറ്റെയിൽസ് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികം തിരക്കാം. ശ്രീ പഞ്ചായത്തല്ല, ഇത് ഗവൺമെന്റ് സ്ഥാപനമല്ല, ഇത് പഞ്ചായത്ത് വെച്ചിരിക്കുന്ന 250 രൂപയ്ക്ക് അങ്ങനെ കേരളത്തിൽ എവിടെയെങ്കിലും മേടിക്കുന്നത് എനിക്ക് അറിയില്ല. പ്രൈവറ്റ് 80, 85, 100, ശരി ശിവാസൻ, നമ്മൾ തിരക്കാമെന്ന് പറഞ്ഞല്ലോ, അത് ഉറപ്പായി താങ്കൾ അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കും. ശരി, ഓക്കെ. ശ്രീ ജോബാണ് ചേർത്തലയിൽ നിന്ന്. ശ്രീ ജോബ്, താങ്കൾക്ക് പറയാം. ശ്രീ ജോബ് പറഞ്ഞോളൂ. ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ് കേൾക്കാമോ? കേൾക്കാം. ബിനോയ് പറഞ്ഞോളൂ. അല്ല, ഈ ആശാ വർക്കേഴ്സിന്റെ സമരം 17 ദിവസമായിട്ട് ഈ തൊഴിലാളികളെ കളിയാക്കുന്ന കണക്കാണ് CIT നേതാവ് ഇളമനം കരീം. അദ്ദേഹം ഒരിക്കലും പറയുവാൻ പാടില്ല. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും കേരളത്തിൽ ആവശ്യത്തിനും ഉള്ളതിനും ആവശ്യമില്ലാത്തതിനും ഒക്കെ സമരം ചെയ്താണ് ഇവിടം വരെ എത്തിയത്. അപ്പൊ ആശാ വർക്കർമാര് ചെയ്യുന്ന സമരം റിയൽ ആണ്, യഥാർത്ഥമാണെന്ന് മനസ്സിലായി. കാരണം ഇന്ന് CITന്റെ ആശാ ഫെഡറേഷന്റെ നേതൃത്വത്തില് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടന്നു. അപ്പൊ അതിന്റെ അകത്ത് വിഷയമുണ്ട് എന്ന് CITന് മനസ്സിലായി. പക്ഷെ ഇപ്പോഴും ഞാനൊരു കാര്യം പറയും, ഞാൻ വ്യാപാരി വ്യവസായി കോൺഗ്രസ് നേതാവ്, പക്ഷെ ഞാൻ നിൽക്കുന്നത് ആ ജോലിക്കാരോടൊപ്പമാണ്, രാഷ്ട്രീയമല്ല. പക്ഷെ CITU ഇവിടെ രാഷ്ട്രീയം കളിക്കുകയാണ്, മുതലെടുക്കുകയാണ്. ഇളമനം കരീമിനെ പോലെ ഒരാള് ആശാ വർക്കേഴ്സ് ചെയ്യുന്ന സമരത്തിനെ അവഹേളിച്ചത് ഒരിക്കലും ശരിയായില്ല. അതിനെ പുച്ഛത്തോടു കൂടി തള്ളിക്കളയുന്നു. അതായത് ഇളമനം കരീമിനെ പുച്ഛത്തോടു കൂടിയാണ് കേരള ജനത കാണുന്നത്. ശ്രീ ഷാജിയാണ് കൊല്ലത്ത്. ശ്രീ ഷാജി, താങ്കൾക്ക് പറയാം. ഹലോ ഷാജി, പറയാം. താങ്കളെ TV ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഹലോ സാർ, കേൾക്കാമോ? കേൾക്കാം. ആ TV ഒന്ന് മ്യൂട്ട് ചെയ്യണം നമുക്ക്. TV സാർ, എന്റെ ഒരു സംശയം എന്താന്ന് വെച്ചാല്, നമ്മള് ഇപ്പൊ ആശാവർക്കർമാർ സമരം ചെയ്യുന്നു, പക്ഷെ അതിന് 2 തരത്തിൽ നമുക്ക് കാണാം. ഇവര് ഇത്രമാത്രം പണി നമ്മുടെ സമൂഹത്തിൽ ഡെയിലി ചെയ്യുന്നുണ്ടോ? അതായത് നമ്മുടെ വീട്ടിലൊക്കെ ദിവസവും ഇങ്ങനെ അന്വേഷിച്ചവര് വരുന്നുണ്ടോ? അപ്പൊ നമ്മുടെ തൊഴിലില്ലായ്മയ്ക്കിടയിൽ ഒരു തൊഴിൽ എന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ്. അപ്പൊ അതിനിടയിൽ ആ ഒരു സംശയമുണ്ട്, ഇവർ ഇത്രമാത്രം എന്ത് പണിയാണ് ചെയ്യുന്നത് എന്നുള്ളത് അറിയാനൊരു ആഗ്രഹമുണ്ട്. മറിച്ച് അങ്ങനെയല്ല, അവരുടെ ആശാ വർക്കർമാർ കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ വലിയ ജോലി ചെയ്യുന്നവരാണ്. എനിക്ക് തോന്നുന്നു അങ്ങനെ മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ കാര്യക്ഷമമായി ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം. അത് നമുക്ക് അവരുടെ അത്രയും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അവർ പറഞ്ഞുള്ള അറിവല്ലാതെ നമ്മൾ ഓരോ വാർഡുകളിലും നമ്മൾ തിരക്കി കഴിഞ്ഞാൽ അത്രത്തോളം അവർ കാര്യക്ഷമമായിട്ട് അവർ പ്രവർത്തിക്കുന്നുണ്ടോ എനിക്കറിയില്ല. ഞങ്ങളൊന്നും താമസിക്കുന്നിടത്തൊന്നും അങ്ങനെ പതിവായി വരുന്ന. ശരി, അങ്ങനെ എന്തായാലും അങ്ങനെയല്ല. കേരളത്തിലെ പൊതു എവിടെയെങ്കിലും ഒക്കെ ചില സ്ഥലത്ത് കുഴപ്പങ്ങൾ കാണും. കേരളത്തിലെ പൊതു അവസ്ഥയിൽ അങ്ങനെയല്ല. അങ്ങനെ ഇതുവരെ ഒരു ആക്ഷേപം ആശാ വർക്കർമാരുടെ ജോലി മോശമാണെന്ന രീതിയിലോ അല്ലെങ്കിൽ തീരെ ഉഴപ്പാണ് എന്നുള്ള മട്ടിലൊന്നും വലിയ ആക്ഷേപങ്ങളൊന്നും ഉയർന്നിട്ടില്ല. അവർ നന്നായി പണിയെടുക്കും. പ്രത്യേകിച്ച് കോവിഡൊക്കെ കാലത്തൊക്കെ അവർ വലിയ ജോലി ചെയ്തവരാണ്. നമ്മൾ അതിനെ അംഗീകരിക്കണം. 1-2 പേര് അല്ലെങ്കിൽ ചെറിയ സ്ഥലത്ത് ചില കുഴപ്പങ്ങളുണ്ടായെന്ന പേരിൽ ആ ജോലിക്കാരെ മുഴുവൻ അധിക്ഷേപിക്കുന്നത് ശരിയുമല്ല. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്ന്. ശ്രീ മോഹൻദാസ്, താങ്കൾക്ക് പറയാം. ഈ സമരം ചെയ്യുന്ന തൊഴിലാളികൾ, ഏത് തൊഴിലാളികളായിക്കോട്ടെ, അത് ഇത്ര ദിവസം കൊണ്ട് സമരം തീർക്കാം അല്ലെങ്കിൽ തീരും എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല അവർ വരുന്നത്. സമരം നീണ്ടു പോകും. അവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ എത്രയോ കാലം നീണ്ടു പോയിട്ടുണ്ട്. എന്നിട്ട് ചിലപ്പോൾ അത് പരാജയപ്പെട്ടിട്ടുണ്ടാവും. അതൊന്നും ഒരു കാര്യമൊന്നുമല്ല. ട്രേഡ് യൂണിയന്റെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ ഉത്തരവാദിത്വം അല്ലെങ്കിൽ അതിൽ കൂട്ടായ്മ അതിനെ വിജയിപ്പിക്കുക എന്നുള്ളതാണ്. അതിനെ തള്ളി പറയാന്ന് പറഞ്ഞാൽ ഈ ഇളവരെ ഞാൻ പറയുന്നില്ല, ബാക്കി എല്ലാ ആൾക്കാരും പറഞ്ഞു പോയ കാര്യങ്ങളാണ്. ഇപ്പൊ MMN നാവാണ് അയാളുടെ വായിൽ കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. എത്ര നല്ല ഇത് മാത്രമല്ല. മോഹൻദാസ്, നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം.
എം മണി എന്ന് പറയുന്ന നേതാവ് അങ്ങനെ ചില കാര്യത്തിലൊക്കെ അദ്ദേഹം മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളിയൊന്നും അതുകൊണ്ട് പക്ഷെ പുള്ളിയൊന്നും ഒരു കാരണവശാലും മണി ഒരിക്കലും ഒരു ട്രേഡ് യൂണിയനെ അങ്ങനെ ഒന്നും അത്തരം സമരങ്ങളെ ഒന്നും എനിക്ക് തോന്നുന്നില്ല. ചില ഘട്ടത്തിലൊക്കെ ചില മോശപ്പെട്ട സംസാരങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. പെമ്പിളെ ഒരു സമരത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നത് അങ്ങനെയുണ്ട്. ഞാൻ പറഞ്ഞത് അതാണ്, അല്ലാണ്ട് വേറെ ട്രേഡ് യൂണിയൻ എന്നല്ല പറഞ്ഞല്ല. അതിൽ പറയുമ്പോൾ നമ്മൾ നേതാക്കന്മാർ ശ്രദ്ധപ്പെടണം, നമ്മൾ സാധാരണക്കാർ മാത്രം പോരാ. അല്ല, ഇത് ജനങ്ങളിൽ മുഴുവൻ എത്തി സാറേ. അതാണ് ഈ മുക്കിലും മൂലയിലുള്ള എല്ലാ ജനങ്ങളും ഇത് സംസാരമാണ്. ഇപ്പോൾ ചാനലിൽ നിങ്ങളൊക്കെ പോലെയുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഇതിനെ ഒരു പ്രൊമോട്ട് ചെയ്യുന്നത് അത് നല്ല കാര്യം തന്നെയാണ്, നല്ല കാര്യമാണ്. അത് സമരം ഞായറാഴ്ചക്കുള്ളിൽ വിജയിക്കുമെന്ന് പറഞ്ഞില്ലേ. ഞാനിപ്പോ ഒരു സംഘടന ഉണ്ടായിരുന്നാണ്, ഇപ്പോഴും ഉണ്ട്, ഇപ്പൊ റിട്ടയർ ചെയ്താലും. പക്ഷേ ഇത് ഞായറാഴ്ചക്കുള്ളിൽ തീരുമെന്ന് പറയുന്നു വേണ്ട, അത് നടക്കില്ല. ശരി, താങ്കൾ ഏത് സംഘടനയിലാണ് പ്രവർത്തിക്കുന്നത്? ഞാൻ ഒരു കോൺഗ്രസ് സംഘടനയിലാണ്. ശരി, സഹകരണ ബാങ്ക് റിട്ടയർ ജീവനക്കാരൻ. ഓക്കെ, ശരി, ഓക്കെ. ശ്രീ രാജീവാണ് കൊല്ലത്ത് നിന്നും. ശ്രീ രാജീവ്, താങ്കൾക്ക് പറയാം. ഹലോ സാർ, ഞാൻ കൊല്ലത്ത് നിന്ന് രാജീവാണ്. നമസ്കാരം. നമസ്കാരം സാർ. ഈ സമരത്തോട് എതിർത്ത് സംസാരിക്കുന്നവരും ഈ 99 MLA-മാരും ബാക്കി 40 MLA-മാരും ഇവരെല്ലാരും കൂടെ ചേർന്ന് ഡൽഹിയിൽ പോയി ഇവർക്ക് ഈ ആശാവർക്കർമാർക്ക് വേണ്ടി സമരം ചെയ്യുക. അല്ലാതെ ഇവിടെ കിടന്ന് ഇവരെ ഈ മുഖം തിരിച്ചു കാണിക്കുകയോ അല്ലെങ്കിൽ ഇവരെ പുച്ഛിച്ച് തള്ളുകയോ ഒന്നും പാടില്ലാത്ത കാര്യമാണ്. ഇവര് സ്ത്രീകളാണെന്നുള്ള പരിഗണനയെങ്കിലും ഇവർക്ക് കൊടുക്കണം. ശരി, താങ്കൾ പറഞ്ഞ എനിക്കൊന്ന് കൂടുതൽ സർഗാത്മകമായ ഒരു നിർദ്ദേശം കൂടിയാണ്. ഇവരുടെ കേന്ദ്രം പണം തരുകില്ല എന്ന് പറയുമ്പോൾ അക്കാര്യത്തിൽ കേരളത്തിലെ ഇടത് വലത് MLA-മാർക്ക് യോജിപ്പുണ്ട്. കേന്ദ്രത്തിൽ പോയി ആശാവർക്കർമാർക്ക് വേണ്ടി സമരം ചെയ്യാൻ കൂടി അവർ തയ്യാറാവണം എന്നുകൂടി അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ശ്രീ പ്രകാശനാണ് ചേർത്തലയിൽ നിന്നും. ശ്രീ പ്രകാശൻ, താങ്കൾക്ക് പറയാം. സാറേ, എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ കർഷക സമരത്തിന് വേണ്ടി ട്രാക്ടർ ഓടിക്കാൻ ഡൽഹിയിൽ പോയ നമ്മുടെ നേതാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ ഇപ്പൊ ഈ സമരത്തിന് ഒന്നും അനുകൂലിച്ച് കാണുന്നില്ല. ഈ ഡൽഹിയിൽ പോയി സമരം ചെയ്യാൻ പറയുന്നവരോട് പറയാനുള്ളത്, ഡൽഹിയിൽ നിന്നും കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ 85-90% കാശും കൊടുത്തതായിട്ടാണ് MP പ്രേമചന്ദ്രനോട് ഡൽഹി പാർലമെന്റിൽ പറഞ്ഞ മറുപടി കേൾക്കാനൊത്തത്. അപ്പൊ ഈ സമരം ശ്രീപ്രകാശൻ അങ്ങനെ അക്കാര്യത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പണം കൊടുത്തിട്ടില്ല, അത് കേന്ദ്ര സർക്കാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവരുടെ എംബ്ലം പതിച്ചില്ല എന്നുള്ള കിട്ടേണ്ടതായ പണത്തിന്റെ 85 ഈ സാമ്പത്തിക വർഷം കിട്ടേണ്ട പണത്തിന്റെ 85% കൊടുത്തു എന്നാണ് പ്രേമചന്ദ്രൻ MPക്ക് കൊടുത്ത മറുപടി. ശരി, ഓക്കെ, പറഞ്ഞോളൂ. ആ മറുപടിയൊക്കെ ഞങ്ങളും കേൾക്കുന്നുണ്ട്. ഈ കർഷക സമരത്തിന് വേണ്ടി ട്രാക്ടർ ഓടിക്കാൻ പോയ ആൾക്കാരൊക്കെ എന്താ ഇവിടെ ഇല്ലാത്തത്? കർഷകരെ സംരക്ഷിക്കാൻ ഡൽഹിയിൽ പോയി ട്രാക്ടർ ഓടിക്കാനായിട്ട് ഇവിടെ നിന്ന് പോയ നേതാക്കന്മാരുണ്ടല്ലോ, അവർ ഈ സമരത്തിനെതിരെ മോഹൻ തിരിക്കുന്നത്. ശരി, എന്തായാലും താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. എന്തായാലും പ്രേക്ഷകരുടെ ഭാഗത്തുനിന്ന് ശ്രീ എളമരം കരീമിന്റെ പ്രസ്താവനയെ ന്യായീകരിക്കുന്ന തരത്തിലേക്കല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവന തെറ്റായിപ്പോയി എന്ന് തന്നെയാണ് ഇടതുപക്ഷ അനുഭാവികൾ അടക്കമുള്ളവർ പറഞ്ഞത്. അങ്ങനെ ഒരു ട്രേഡ് യൂണിയൻ നേതാവ് മറ്റൊരു സമരത്തെ ആ തരത്തിൽ അധിക്ഷേപിക്കുന്നത് ശരിയല്ല. അതിന് പ്രത്യേകമായ സവിശേഷമായ പ്രാധാന്യമുണ്ട്. അങ്ങനെ ഒരു നേതാവ് ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ ആ വാക്കിന് അതിനപ്പുറത്തേക്കുള്ള അർത്ഥങ്ങളുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം അങ്ങനെയൊക്കെ കാണേണ്ടതാണ്. കാരണം ഒരുപാട് സമരങ്ങളിലൂടെ കടന്നു വന്ന ഒരാളാണ്. അത്തരം ഒരു CATU പോലും പ്രധാനപ്പെട്ട തൊഴിലാളി സംഘടനയെ നയിക്കുന്ന ആളാണ്. അതിനെതിരെയുള്ള നിശ്ചിതമായ വിമർശനങ്ങളും പരിഹാസങ്ങളും അദ്ദേഹത്തിന്റെ തിരുത്തലുകളും ഒക്കെയാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഒപ്പം മറ്റ് ചില വിമർശനങ്ങൾ കൂടി സ്വാഭാവികമായും ഉണ്ടായി. എന്തായാലും നാളെയും ഇതേ സമയം News 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.